ഇനി ഒരു കാര്യം കൂടി, എടാ എടി, നിന്റെ പോലത്തെ ഫ്രോഡുകളെ, ഉയരം കുറഞ്ഞവരെ, ഒരു കാര്യം ശരിക്കുള്ളവരെ മനസ്സിലാക്കാൻ അതിനെക്കുറിച്ചുള്ളത് പറയാൻ അറിയാണ്ട് ഉള്ളവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഏത് വർഷമായാലും ഏതോ ഫ്രോഡ് എക്സാം എഴുതണവരും ഫ്രോഡ് ജോലിയിൽ ഡിപ്പെൻഡ് ചെയ്യണവരും എനിക്ക് കണ്ട മനസ്സിലാവും അത് ശരിയല്ല എന്ന്. എനിക്കൊരു മെഡിക്കൽ ഫീൽഡ് ആയിട്ട് എനിക്ക് മാർക്ക് കുറവാണ്, എനിക്ക് അധികം എഡ്യൂക്കേഷൻ ചൂസ് ദ കറക്റ്റ് ആൻസർ ഒന്നും അറിയില്ല, നഴ്സിംഗ് ഫീൽഡിൽ ഫ്രോഡ് എക്സാമും എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ വല്ല വെയർ ഹൗസ് ജോലി വേറെ ഒന്ന് കണ്ടുപിടിച്ച് അതുപോലത്തെ വല്ല പെണ്ണിനെ പിന്നെ കിട്ടും. മനസ്സിലായ? ഫാൻസി അതിൻ്റെ ഒന്നും ഞാൻ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ്, മുഖത്ത് നോക്കി സംസാരിക്കലില്ല. നിങ്ങൾ വേറെ ഏതോ തന്തയ്ക്ക് തള്ളയ്ക്ക് ജനിച്ചവരാണ്, ആദിവാസി തന്തയ്ക്ക് തള്ളയ്ക്ക്. അത് എൻ്റെ അടുത്തെടുത്തൊരു കാര്യമില്ല. അവരാരും കോപ്പി ചെയ്യാൻ പോകണില്ലേ, ആരും അവർ ഒളിഞ്ഞു നോക്കാൻ പോകണില്ലേ, ഞാൻ അവർ ഒളിഞ്ഞു നോക്കണില്ലേ. അവർ തലയ്ക്ക് സുഖമില്ലാത്തവരാരും കോപ്പി ചെയ്യില്ല മുഴുവനെ. മനസ്സിലായ? നിങ്ങളുടെ പോലെ ഫ്രോഡ് ജോലി ചെയ്യണവരെ, ഫ്രോഡുകളെ, അല്ലെങ്കിൽ നിങ്ങളുടെ പോലത്തെ ഉയരം കുറഞ്ഞവരെ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലേ. ഇത് നിങ്ങളുടെ പോലെ ഡ്രഗ് അഡിക്ട്സിനെ ഗുഡ്ക കഴിച്ചിട്ട് മുമ്പിൽ തെറ്റി നടക്കുക അത് ഞാൻ ഉണ്ടായിട്ടില്ലേ. നിങ്ങളതുകൊണ്ട് ഞാൻ 16, 17, 18, 19, 20, 21 വയസ്സിൽ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വേറെ ഏത് പെട്ടീനെ സ്വപ്നം കാണണം. നീ വിചാരിക്കുന്നത് എന്താ? ഞാൻ ഗുഡ്ക കഴിച്ചിട്ടുണ്ടാവും, ഞാൻ അങ്ങ് മുമ്പിൽ തെറ്റി നടന്നിട്ടുണ്ടാവും. ഞാൻ ഒന്നും അങ്ങനെ ചെയ്തിട്ട് കൂടിയില്ല. അതല്ല ഇപ്പോഴും സോണി സണ്ണി നടക്കുന്നത്, വേറെ ഏതോ പെട്ടീനെ ഓർത്തിട്ട് കൊടവയറും ചന്തി തള്ളിയിട്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞ അല്ലാണെന്ന് പറഞ്ഞത് നീയല്ലേ. ഞാനൊരു കാണിച്ചത് കാശിന് വേണ്ടിയാണോ? പെണ്ണുങ്ങൾ വല്ല ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ കാശ് പാരില്ലേ? മെറ്റീരിയലിസ്റ്റിക് ഫിയർ ഉണ്ടാവില്ലേ അവർക്ക്? കാശിന് വേണ്ടി നടക്കില്ലേ അവർ? പ്രഗ്നൻ്റ് ആവില്ലേ? പിൽസ് അബോർഷൻ പ്രഗ്നൻ്റ് ആവില്ലേ? നിങ്ങൾ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഗാഡ് എന്ന് ആരും പറയുകയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഗോഡ് എന്നാണ് പറയാൻ ശീലിച്ചാണ്. ജിയോ ഗോഡ്സ് എന്ന് പറയും, ഗോഡ് എന്നാണ്, അത് ഗാഡ് എന്നല്ല. അപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലായ്മ, നിങ്ങളുടെ ഏതോ തന്തയ്ക്ക് തള്ളി ജനിച്ചവർ നിങ്ങളുടെ തെറ്റല്ലേ. ഒരു ബോധമില്ലാത്ത വിഡ്ഢികൾ. ഇതെല്ലാം ലോകം മൊത്തം കേൾക്കുന്നുണ്ട്, ശരിക്കുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നിട്ടും ആ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണ എത്ര അർത്ഥമുണ്ട്? ഒരർത്ഥമില്ല. എവിടെയെങ്കിലും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ വന്ന് ഞാൻ ജസ്റ്റ് എനിക്ക് നിങ്ങൾ അധികം എപ്പോഴും നിങ്ങളെ മെനക്കെടുത്തി വന്ന് ഞാൻ എന്നെ തന്നെ മെനക്കെടുത്തി താഴെ വന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഉള്ള കാര്യം സംസാരിക്കണല്ലേ. വന്ന് അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പുറത്തെ വീട്ടിലത്തെ ഉള്ളവരാണ്. നിങ്ങൾക്ക് എന്നെ മുമ്പ് കണ്ട പരിചയമില്ല. 3 വർഷമായിട്ട്, 9 വർഷമായാലും 20 വർഷമായാലും നിങ്ങൾ പേര് വിളിച്ച് സംസാരിക്കണല്ലേ. 9 വർഷം സ്കൂളിലുണ്ടായിരുന്നു, ഒരു ടീച്ചേഴ്സും ആരും എൻ്റെ പേര് വിളിച്ച് സംസാരിക്കണല്ലോ. ഉള്ള കാര്യം ഉള്ള പോലെ സംസാരിക്കാൻ പഠിക്കുക. എന്തൊറ്റാ നടന്നുകൊണ്ടിരിക്കണേ, പ്രസൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണേ, എന്താണ് 1990 തൊട്ട് 2000 വരെ, 2005, 2015 വരെ എന്താ നടക്കണേ അതവിടെ പറയും. അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ സെൽഫിഷ്നെസ്, നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് നേച്ചർ അല്ലേ. എന്നിട്ട് കുറേ അരുന്നൂട്ടി വാങ്ങിയുണ്ട് ആ സമയത്ത്. ഉള്ള കാര്യം ആ രീതിയിൽ. ഇപ്പം സിനിമകളുടെ ആ രീതിയിൽ കണക്ഷൻ ആണെങ്കിൽ സിനിമകളെ കുറിച്ച് എൻ്റെ മുഖത്ത് നോക്കി കുറേ പ്രാവശ്യം കുറേ വർഷങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലേ. നിങ്ങളുടെ അപ്പോൾ കൃത്രിമം ഉണ്ടെന്ന് അർത്ഥം. ലക്ക് കെട്ടവർ, ഡ്രഗ് അടിച്ച് നടക്കണവർക്ക്, പറയിപ്പിച്ച് നടക്കണവർ, മാമക്കോയ, മുസ്ലിംസ്, ഹിന്ദുസ്, റോമൻ കാത്തലിക്സ്, ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഇങ്ങനെ തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക, പങ്കുവയ്ക്കലൊക്കെ ആയിരുന്നു എന്ന്. ഞാൻ സർക്കംസിഷൻ ചെയ്തിട്ടില്ല എന്ന്. അപ്പം എനിക്കിങ്ങനെയൊന്നും അധികം തോന്നാൻ വഴിയില്ല. കോൾഡും അങ്ങനെ ബോയ് ഫ്രണ്ടും തോന്നേണ്ട വഴിയില്ല. അപ്പം തോന്നേണ്ട പെണ്ണ ഉയരം കുറഞ്ഞവർ പിന്നെ എപ്പോഴെങ്കിലും കിട്ടും. അന്ന് ഞാൻ എനിക്ക് നഴ്സിംഗും അങ്ങനത്തെ മെഡിക്കൽ ഫീൽഡും മാർക്കൊന്നും മേടിക്കണല്ലേ. അപ്പം ഞാൻ അതിനോട് ഇഷ്ടപ്പെടണല്ലേ. എനിക്ക് കാണുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. എനിക്ക് വേറെ കപ്പിൾസ് വേറെ അവരുടെ കൂടെ ചെയ്യുന്ന എനിക്ക് താല്പര്യം ഉണ്ടാകും, ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അവരുടെ ഭാര്യമാരെ. അപ്പം നിങ്ങളത് പറയണം, നിങ്ങൾ സിനിമകളെ കുറിച്ച് ആ ശ്രേണിയിൽ നടക്കേണ്ട, കണക്ഷൻ വെച്ച് നടക്കേണ്ടത്. ആ കണക്ഷൻ വെച്ച് എൻ്റെ അവിടെ ഇവിടെയും പാട്ട് പാടി അവിടെ പറയല്ല, ഇവിടെ പറയണം, ഇവിടെ സംസാരിക്കണം. അത് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലല്ലോ. 9 വർഷം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് പോയിട്ട് തിരിച്ച് ഡ്രസ്സ് മാറി ഇവിടെ വീട്ടിൽ വന്നിരുന്നു എന്നാണോ? അല്ല. എത്ര വർഷമാണ് എവിടെയാണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യം സംസാരിക്കണം. നിങ്ങൾക്ക് മറവി രോഗമുണ്ട്, വേറെ ഏതോ വെഡ്ഡിനെ ഓർത്തിരിക്കണോ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആക്ടേഴ്സിനെ കുറിച്ച്, ആക്ട്രസസ് ആ സമയത്ത് വരണ കുറിച്ച്, അതിൻ്റെ കണക്ഷനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം. ഹാരിസ് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. അത് നിന്റെ ഭാഗത്തില്ല. നിന്റെ തന്തി തള്ളയായിരുന്നു ഊട്ടി വാങ്ങുന്നത്, നീയാണായിരുന്നു ഊട്ടി വാങ്ങുന്നത്. നിന്റെ സുജാതയുടെ പോലത്തെ സുജിത്ത്, ശോഭന, അവരാണ് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് 24 വയസ്സിൽ ചാവുന്നത് പീസായിട്ട്. നിന്റെ ജോസഫ്, നിന്റെ സേവിയർ ആ കാലത്തിൽ മരിക്കണവർ, നിന്റെ റോമൻ കാത്തലിക്, നിന്റെ തന്തയും തള്ളയും, നിന്റെ കുശുമ്പ് കുറ്റും. ഞാൻ പറഞ്ഞ നിന്നോട് ഡ്രഗ് അടിച്ച് കുടിച്ച് മുമ്പിൽ തെറ്റി നടക്കാൻ.
അല്ലെങ്കിൽ ഞാൻ ഗുഡ്കിയും കഴിച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ ആകെ ഗുഡ്കിയും കഴിച്ച് എത്ര വർഷം കഴിയണം? ഒരു 15 വയസ്സ് തൊട്ട് ഗുഡ്കിയും കഴിച്ച് നടക്കണ്ടെങ്കിൽ ഒരു 20-30 വർഷം കഴിയണ്ടാവില്ലേ? 15 വർഷം കഴിയണ്ടാവില്ലേ? അത് എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കണേ, നീ നിന്റെ കൂടെയുള്ള വിഡ്ഢികളെ ഓർത്ത് നോക്ക്. അവരാരെയും കോപ്പി ചെയ്യാൻ പോയിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ ഓരോ വൃത്തികെട്ട സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരിക്കില്ലേ? ഡ്രഗ് അടിച്ച് കുടിച്ച് വൃത്തികെടയില്ലേ? അത് എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരാരെയും കോപ്പി ചെയ്യാൻ പോകും. 1951 കുമ്മുട്ടി ജനിച്ചു, മാമക്കോയ 1946 ജനിച്ചു. അതിനു മുമ്പ് കുറെ പേര് റോസിയും ബേബിയും ഗ്ലാഡിസും ഡാഡി 1960 ജനിച്ചു. മോഹൻലാല് പെട്ട തലയന്മാര് കോപ്പൻ അന്നേ തൊട്ട് അവർ ജനിച്ച തൊട്ടാണെങ്കിൽ 1969 അവരുടെ പേര് തൊട്ട് അവരുടെ കണക്ഷൻ വെച്ച് അവരുടെ ജനന തീയതി, അവരുടെ അക്ഷരങ്ങൾ, അവരുടെ കണക്ഷൻസ്, അവരുടെ ജീവിത കാര്യങ്ങൾ അവരെ കോളിൽ നോക്കണ്ടെങ്കിൽ അവരുടെ പത്മിനി, അവരുടെ കോണങ്ങളാണെങ്കിൽ, അവരുടെ കുശിരറായി, അവരുടെ ഫേക്ക് പേരല്ലെങ്കിൽ, അവർ സർക്കാർ അവരുടെ തന്തി തള്ള ഇരുന്നൂറ്റി വാങ്ങണ മുമ്പ് അവരെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കില്ലേ സിനിമകളിൽ? അവരുടെ കണക്ഷൻ, അവരുടെ കാര്യങ്ങൾ ഏതാ? അപ്പം 1988 കഴിഞ്ഞ ഒരു സ്പെഷ്യൽ ആൾ സമയത്തോട്ട് വന്നിട്ട് അപ്പം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇവിടം വരെ വരേണ്ട കാര്യം എന്താണ്? അന്ന് വല്ല സിനിമ അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും തോന്നണില്ലല്ലോ ആർക്കും. ഏതോ പഴകിയ ഏതോ വാഴക്കുമ്പത്ത് കൈതോല പൂത്തു എന്ന് പറഞ്ഞിട്ട് കുറെ പാട്ടുകളല്ല വന്നുള്ളത്. ഇപ്പോഴുള്ള വല്ല കണക്ഷൻ 2000 തൊട്ടാ, 1988 തൊട്ടാ, 1990 തൊട്ടുള്ള 2000, 2005, 1996 സിനിമകളെ ഇഷ്ടപ്പെട്ടെന്ന് പറയണല്ലേ? 2005, 2015 വരെ ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നാ? പോണനുസരിച്ച് എവിടെയും പുറത്ത് പോയി വരെ അങ്ങനെ അതിനനുസരിച്ച് എന്തെങ്കിലും ഹോൾഡ് അറിയോ എന്തെങ്കിലും ആ കണക്ഷൻ വെച്ചിട്ട് എന്തെങ്കിലും വിജയം, എന്തെങ്കിലും അവരുടെ ഫ്രോഡ് ജോലി കൊടുക്കണ മേധാവിൻ്റെ പേര് വെച്ച് എന്തെങ്കിലും പാട്ടുകൾ ഇറങ്ങി, എന്തെങ്കിലും കണക്ഷൻ വെച്ച് ഹിന്ദി മലയാളത്തിൽ പാട്ട് പാടണ വേറെ സ്റ്റേറ്റിൽ നിന്ന് വരണവർ ആരെങ്കിലും വന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വേണം. അങ്ങനെ ഉണ്ടായില്ല, ഇല്ല. അവരാരും കോപ്പി ചെയ്തിട്ടില്ല. അവർ തലയ്ക്ക് വെളിവില്ലാണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള വിഡ്ഢികൾ പറയിപ്പിച്ച് ഡ്രഗ് അടിച്ച് പറയിപ്പിച്ച് ആ കണക്ഷന് പേരുകളനുസരിച്ച് അവരാണ് കോപ്പി ചെയ്യുന്നത് അല്ലേ? അവരുണ്ടാവണ ഫോട്ടോയുടെ കണക്ഷൻ വെച്ച് അവരാണ് ചെയ്യണത്. അത് നിങ്ങൾക്ക് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല. പിന്നെ എന്തിനാണ് നിങ്ങളുടെ പോലത്തെ വിഡ്ഢികളെ, ഫ്രോഡുകളെ, ഉയരം കുറഞ്ഞവരെ ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യം? അതൊന്ന് മനസ്സിലാക്കാനുള്ള ബോധം. ഇപ്പോൾ 7 മിനിറ്റ് 18 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇപ്പോൾ എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ലോകം മൊത്തം ഇവിടെയും കേൾക്കുന്നുണ്ട്, ഇവിടെ റെക്കോർഡും ചെയ്യുന്നുണ്ട്. എന്നിട്ടും മതിയായിട്ടില്ലേ നിങ്ങൾക്ക് ഈ 200 വാങ്ങല്? വേറെ തലേക്ക് സുഖമില്ലാത്ത ഹിന്ദുസ്, മുസ്ലിംസ്, റോമൻ കാത്തലിക്സ് ഇങ്ങനെ കുഴഞ്ഞ് നടക്കണവർ ഇത് പറയോ? അപ്പന്മാരോട് അങ്ങനെ തോന്നുമ്പോൾ അപ്പം തോന്നി കഴിഞ്ഞാൽ അവർക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. പക്ഷെ മടുപ്പ് തോന്നും പിന്നെ അപ്പനും മോനെ തമ്മിൽ. അതുകൊണ്ടാണ് ചേർത്ത് മാവ് കുടിക്കാൻ എന്തെങ്കിലും അവർ മോളുടെ പക്ഷെ മുമ്പിലും അതൊന്നും ഇല്ല. പേരൻസിൻ്റെ കാര്യം നിങ്ങൾ എടുത്തെടുത്ത് ഓരോ വിഡ്ഢികളെടുത്ത് പറയാണ്. എനിക്ക് പോൾ ജോസിനെ പോലെയുള്ളവരോടോ, ഫ്രോഡുകളോടോ, ഫ്രോഡ് ജോലി ചെയ്യുന്നവരോടോ, ഉള്ള കാര്യം മുഖത്തേക്ക് സംസാരിക്കാൻ പറ്റാത്തവരോടോ എനിക്കൊന്നും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. അവരുടെ ഫ്രോഡ് ജോലി, അവരുടെ തെറ്റ്, അവരുടെ 200 വാങ്ങൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങളെ തോണ്ടാണ്ട് നിങ്ങളതിനെ തോണ്ടാൻ വരണമെന്ന് ഞാൻ പറഞ്ഞ ഇല്ല. ഞാൻ ക്ഷമിച്ചു. ഞാൻ നിങ്ങളെ തോണ്ടാണ്ട് നിങ്ങൾ എന്നെ തോണ്ടിയാൽ നിങ്ങൾ 200 വാങ്ങുന്നത്. ഇപ്പം ഞാൻ ഒരാളെന്നെ തോണ്ടിയില്ല, ഞാൻ വെറുതെ തോണ്ടാൻ പോയി. ഞാനാണ് 200 വാങ്ങണേ. സാധാ രീതിയിൽ സംസാരിച്ചപ്പോ ഫാൻസിൻ്റെയോ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാണ്ട് ഞാൻ എനിക്ക് നേഴ്സ് അങ്ങനത്തെ ഇഷ്ടമില്ല, പ്രൈവറ്റ് ജോലി ഇഷ്ടമാണ്, അപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിച്ച കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പക്ഷെ അങ്ങനെ കല്യാണം കഴിക്കണ രീതി വരില്ല, അവർ വേറെ ഫീൽഡാണ്. പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ച് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വേറെ സമയത്ത് വേറെ പെണ്ണിന് കിട്ടിയോളും ഇല്ലേ? കക്കോളുടെ ഭാര്യമാർ വേറെ ചെയ്യണ പോലെ അതുപോലത്തെ വേറെ ചെക്കന്മാർ വരണ ഉയരം കുറഞ്ഞവരോ. ഇത്ര ഉയരം കുറഞ്ഞവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അത് സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് അവസാനം ഫ്രോഡ് ജോലിയൊക്കെ നടക്കണതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ചിലപ്പോൾ പകുതി വെച്ച് ഇറങ്ങി വന്നേനെ. എനിക്ക് ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരുന്നെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചെന്നാകുമ്പോൾ ഞാൻ ഉണ്ടാക്കാൻ ചോറ് സാമ്പാർ ഉണ്ടാക്കാൻ വെച്ചിട്ട് പറയാ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ബോധത്തോടെ പറയണേ മനസ്സിലാക്കുക. നിങ്ങളുടെ പോലെ ഓർക്ക ഗുളിയും കഴിച്ച് വെളുത്ത സുന്ദരികളായ കുറേ പേര് രാത്രി എന്താ അവർ കഴിക്കണം നോക്ക്, കുറേ പിലിസ് കഴിക്കേണ്ടവർ ഭംഗിയൊക്കെ ഉണ്ടാവും. അവർ ഓരോ വൃത്തികെട്ട ലാംഗ്വേജിൽ പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഈ വെഡ്ഡികളോട് എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. സാധാ രീതിയിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ, അലങ്കോലായിട്ട് ഉണ്ടാക്കണില്ലല്ലോ. നിങ്ങൾ ആരും ഒളി നോക്കണില്ലേ? ഞാൻ ഒളി നോക്കണില്ലേ? നിങ്ങൾ തൂറുന്നതും സെക്സ് ചെയ്യുന്നതും, നിങ്ങൾ തൂറെ കൈ കഴുകാണ്ട് മക്കൾക്ക് വയറാൾക്ക് കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഞാൻ ഒളി നോക്കണില്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾ കുറ്റം പറഞ്ഞ് നടക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ കോപ്പി ചെയ്യാൻ ആരും നിങ്ങളെ കോപ്പി ചെയ്യണില്ലല്ലോ.
അപ്പോൾ ഒരു കാര്യം ആദ്യം തൊട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിക്കുക ആദ്യം. ശരിക്കുള്ള കാര്യം വരുന്നത്. അല്ല വേറെ ഡ്രഗ് അടിച്ച് ഗുഡ്ക അടിച്ചിറക്കണം, വലിയ തലയ്ക്ക് സുഖമില്ലാത്തവർ നിന്റെ തന്തയാ, നിന്റെ അങ്കിളാ, ആരെങ്കിലും ഇത് പറയുമോ? നിന്റെ 62 വയസ്സായ കുരുട്ട് മോന്തിയുള്ള കറുത്ത ഇരുണ്ട ഒരു അങ്കിളുണ്ടല്ലോ ഉയരത്തില്, ആ അങ്കിളെ ആര് കോപ്പി ചെയ്യാൻ പോയിട്ടില്ലേ? നിന്നെയും ആര് കോപ്പി ചെയ്യാൻ പോയിട്ടില്ലേ? നിന്റെ കുശുമ്പ് കൊണ്ടു വെച്ചിട്ട് അവരിത് പറയോ? അവർ ക്രിസ്ത്യാനിറ്റി ആയിട്ട് വല്ല ബന്ധമുണ്ടാ? റോമൻ കാത്തലിക്കും ഹിന്ദു മുസ്ലിംസ് അല്ലേ വിപരീതം ചെയ്യണവര്? അങ്ങനെ കാര്യങ്ങൾ അന്ന് ഉണ്ടായ ആണെങ്കിൽ കുട്ടികൾ വളരും, വേറെ വല്ലവരുമായിട്ടുണ്ടാവും. അങ്ങനെ ബോയ് ഫ്രണ്ട് ഞാനിങ്ങനെ നമ്മൾ ക്ഷമിച്ച് നിൽക്കാം. പക്ഷേ എൻ്റെ രീതിയിൽ എനിക്ക് പല രീതിയുണ്ട്. എനിക്ക് സെക്ഷൽ ലിബിഡോ ഉള്ളത്, സെക്ഷൽ നീഡല്ല. അപ്പം ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് കപ്പിളിനെ വേറെ ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ഇവരും ഇങ്ങനെ ചെയ്യണതിന് ഇവരും കണ്ടിരിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇവരാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടായാൽ അവരുടെ പിന്നെ കുറേ മനസ്സിലായി അവരുടെ കാശ് കൊണ്ട് ജീവിക്കും. എൻ്റെ കാശ് കൊണ്ട് ജീവിക്കണമെന്നില്ല. 10 ലക്ഷം 20 ലക്ഷം സേവിങ്സ് 65 മന്ത്ലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആനിമേഷൻ AI ജോബ് 17 18 19 വയസ്സിൽ മോഡേൺ ജോബ്സ് ഉണ്ടെങ്കിൽ ആനിമേഷൻ ജോബ് ഡിജിറ്റൽ ജോബ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ മുമ്പ് പറഞ്ഞ പോലെ കണക്ഷനും ഫ്രണ്ട്സ് അനുസരിച്ച് 60,000 മാസം കിട്ടണമനുസരിച്ച് 2 വർഷം സ്വരൂപിച്ച് പാർട്ട് ടൈം സ്റ്റാർട്ട് ചെയ്യാം. വലിയ ജോലി 23 വയസ്സിൽ കണ്ടുപിടിക്കാം. വിവാഹത്തിൻ്റെ ഉടമ്പടിയിലാണ് ജോലിയുള്ള പെണ്ണിനെ കഴിച്ച് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അതിൻ്റെ താമസിച്ച് റെൻ്റ് എടുത്ത് പോയിട്ട് താമസിക്കാം. അവരുടെ കാശ് നമുക്ക് വേണ്ട. പക്ഷെ ആ റോമൻ കാത്തലിക് ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയണത്. റോമൻ കാത്തലിക് പെന്തക്കോസ്തായിട്ട് പിന്നെ ഒരു പെണ്ണിനെ അതുപോലെ തന്നെ കണ്ടുപിടിക്കുന്നത് ഒരു സമയത്തിന് വരുന്നതാണ്. നിന്റെ പോലെ വയസ്സനും കണ്ണ് കുരുട്ട് പിടിച്ച കള്ളും കുടിച്ച് തകടിച്ചിരിക്കണ രീതി എനിക്കില്ല. നീ വേറെ വെഡിനെ സ്വപ്നമാണ്. ഞാനൊരു പ്രത്യേക രീതിയിലുള്ള മുഖം എൻ്റെ പ്രത്യേക രീതിയാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ആ രീതിയിൽ തന്നെ പോവുള്ളൂ. ഒരു 55 വയസ്സായാലും 45 വയസ്സായാലും 65 വയസ്സായാലും 30 26 2000 കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾ 1 2 കൂട്ടുമ്പോൾ അത്ര വർഷമല്ലായിട്ടുള്ളൂ. അതുകൊണ്ട് ഡ്രഗ് അടിച്ച് നടക്കണവർ പലരും വിവരമില്ലാണ്ട് 2000 കഴിഞ്ഞിട്ടുള്ള ശരി ക്രിസ്ത്യാനിറ്റിയുടെ അർത്ഥം മനസ്സിലാക്കാത്തവർ, ഹിന്ദു മുസ്ലിംസ് റോമൻ കാത്തലിക്സ് ഡ്രഗ് അടിച്ച് നടക്കണവർ കൂടുതലും MDMA കഴിച്ച് നടക്കണവർ. ബോധമില്ല, അവർക്ക് ധൈര്യമില്ല ജീവിക്കാൻ. ധൈര്യമുള്ളവർ ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കില്ല. അപ്പോൾ ധൈര്യം ഇല്ലാത്തവരാണ്, അവരെ പേടിപ്പിക്കേണ്ട നമുക്ക് കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുമ്പോൾ 26 27 വയസ്സ് കൂടി ആയിട്ടില്ലേ, ഇനി 35 ആയാലും 37 ആയാലും 45 ആയാലും 55 വയസ്സായാലും 65 വയസ്സായാലും 75 വയസ്സായാലും എൻ്റെ ഒരു ശരീരഘടന ആ ടൈപ്പിൽ തന്നെ ഇരിക്കും. നിങ്ങൾ ചോദിക്കേണ്ട ആ കറുത്ത് വെളുത്ത മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വയസ്സായിട്ട് ചുക്കി ചുളിഞ്ഞിട്ട് അങ്ങനെ വിചാരിക്കേ വേണ്ട. ആ ഘടന എങ്ങനെ ഇരിക്കണോ ആ രീതിയിൽ തന്നെ ഉണ്ടോ? മനസ്സിലായ? ഞാൻ മേക്കപ്പും ആർട്ടിഫിഷ്യൽ കാര്യങ്ങളൊന്നും ശരീരത്തിലിടണല്ലേ. ജസ്റ്റ് എന്തെങ്കിലും പൊടിയെ തൊടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. അല്ലാണ്ട് ഹാംഫുൾ കെമിക്കൽ കലർന്ന ക്യാമറയുടെ മുന്നിൽ കാണിക്കാനും ഗോഷ്ടി കാണിക്കാനും പറയിപ്പിച്ച് പറയാനും ആക്ടിങ് ചെയ്യാനും ഞാൻ പോയിട്ടുള്ളത്. അതിന് മുന്നിൽ ക്രീമും തേച്ചും മേക്കപ്പ് ചെയ്തിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഒരു പ്രത്യേക നാച്ചുറലായിട്ട് ഫ്രഷ് ആയിട്ട് എങ്ങനെ വരണു ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണേ. അവ മനസ്സിലാക്കാൻ പഠിക്കുക. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള കാര്യം സംസാരിക്കാൻ അറിയില്ല. ഉള്ള കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് എന്താണ്? നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യമില്ല. അപ്പോൾ എനിക്കും ഗോസ്റ്റ് ചെയ്യണ പോലെ സംസാരിക്കാം. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരിക്കുള്ള രീതിയിലാണോ നിങ്ങൾ ആ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ചോദിക്കാം. നിങ്ങൾ ആരെക്കുറിച്ച് പറയണേ? എനിക്കറിയില്ലല്ലോ. നിങ്ങൾ ആരെക്കുറിച്ച് പറയണം? എനിക്കൊരു തരം കെട്ടിക്കഴിഞ്ഞാൽ, ഒരു തക്കം കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാം നിങ്ങൾ ആരെക്കുറിച്ച് പറയണം. എനിക്ക് ഒന്നാമത് അറിയില്ല. നിങ്ങൾ ആരോട് പറയുമ്പോൾ തിരിയണല്ലേ. അപ്പോൾ ഈസി ആയിട്ട് ചോദിക്കാം നിങ്ങൾ ആരെക്കുറിച്ച് പറയണം. എനിക്കറിയില്ലല്ലോ. നിങ്ങൾ വേറെ വല്ലതും ചിന്തിച്ച് നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെ ചിന്തിച്ച് തമ്മിൽ ഇല്ലാണ്ടായി എനിക്കൊന്നും പറയാനില്ല. ഞാൻ ചോദിക്കും നിങ്ങൾ ആരെക്കുറിച്ച് പറയണം. എനിക്കറിയില്ലല്ലോ. ഞാനങ്ങനെ പണ്ട് ഞാൻ 21ാമത്തെ ഫ്ലോറിൽ നിൽക്കുമ്പോഴേ 21ാമത്തെ ഫ്ലോറിൽ അങ്ങനെ ഒരാളുണ്ട്, മലയാളിയാണ് ചോദിച്ചപ്പോൾ മലയാളിയാണ്, ഹിന്ദി പാരൻസ് ഉണ്ടായതല്ലോ, നമുക്ക് സാധാരണ രീതി പോയി സംസാരിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സാധാരണ രീതി സംസാരിക്കാറില്ല. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് നാണക്കേടും ചോദിച്ചു. നിങ്ങൾ ആര് ഗാഡ് എനിക്ക് അർത്ഥം അറിയില്ല ശരിക്കും പറയാം. അപ്പോൾ എനിക്ക് ഉള്ള കാര്യം സാധാ പോലെ ചോദിച്ചോടെ. നിങ്ങൾക്ക് ഉള്ള കാര്യം ഇങ്ങോട്ട് ചോദിക്കാൻ അറിയില്ല, പറയാനറിയില്ല. അപ്പോൾ എനിക്ക് ആ രീതിയിൽ തിരിച്ച് ചോദിക്കാം. അത് സാധാ രീതിയിൽ പോലെ ആരും ചോദിക്കണ പോലെ ചോദിക്കാം. നിങ്ങൾ ആര് കുറിച്ചാണ് നിങ്ങൾ പറയണം. എനിക്കറിയില്ലല്ലോ. നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ നിങ്ങൾക്കുള്ള കാര്യം സംസാരിക്കാറില്ല. അത് നിങ്ങളുടെ ധൈര്യമില്ലായ്മയല്ലേ. നിങ്ങൾ കുടിച്ചിട്ടാണ് കടിച്ചിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഘട്ടം തിരിഞ്ഞ് ജോസഫും സേവിയറിൻ്റെ പോലെ ആ കാലത്തിൽ ചാവുന്നത്. തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത് മനുഷ്യത്വമാണോ? അല്ല. നിങ്ങൾ ഫുള്ളും വിപരീതം ചെയ്യണത്. തമ്മിൽ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക ആദ്യം തൊട്ടുള്ളത്. സ്ത്രീ വന്നപ്പോൾ ഏഷ്ണിയും വൈരാഗ്യം വന്നു, അങ്ങനത്തെ ഒരു വിഡിത്തൊക്കെ വന്നിട്ട് വേറെ രീതിയിൽ വരുന്നതല്ലേ. നിങ്ങൾ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും വിഡിത്തല്ലേ പറയണത്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾ അല്ലാണെന്ന് പറയേണ്ട കാര്യം. ഞാൻ ആരെക്കുറിച്ച് അല്ലാണെന്ന് പറയാൻ പോയിട്ടില്ലേ. ഞാൻ ആരും തോണ്ടാനും പോയിട്ടില്ലേ. ആരെക്കുറിച്ച് ഗോഷ്ടി കാണിക്കാനും വീട്ടുകാരെ കുറിച്ചോ മുതിർന്നവരെ കുറിച്ചോ
സ്കൂളിലുള്ളവരെ കുറിച്ച് ആരും ഞഞ്ഞമിഞ്ഞ പറയാൻ പോയിട്ടില്ലേ? അതുകൊണ്ട് ചോദിക്കണം, നിങ്ങൾ തലയ്ക്കൊരു പിരി കളിക്കണ്ടോന്ന്. ഉള്ള കാര്യം ഉള്ള പോലെ പറയാണ്ട് ഇല്ലാത്തത് എന്തൊക്കെ പറഞ്ഞ ഞാൻ എന്താ പറയണതില്ലേ? അതല്ലേ ഞാൻ ജയിക്കണേ. നിങ്ങൾ ഇല്ലാത്ത കാര്യം, ഗുഡ്കയുടെ കാര്യം, ബാക്കി ഗുഡ്ക്കും വേസ്റ്റുകളെ കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനു പറയണം? ഞാൻ ഇങ്ങനെ നോക്കുന്നത് ഇതിൽ കാണിക്കാൻ പറ്റില്ല, റെക്കോർഡിങ്ങിന് കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ഒരു ഉള്ള കാര്യം കണക്ഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ നോക്കിയാൽ നിങ്ങൾ എന്താ പറയണതെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയണല്ലേ. ഉള്ള കാര്യം നിങ്ങളുടെ ശബ്ദം തന്നെ വ്യത്യാസമുണ്ട്. ബോ 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 എന്ന് സംസാരിക്കണം നിങ്ങൾ. കൊടവയറും നിങ്ങൾക്ക് എങ്ങനെയാ ഈ ശരീരം കടാനെ കിട്ടണമെങ്കിൽ മനസ്സിലാവണല്ലേ. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ടാണോ, എന്തിട്ട് നടന്നിട്ടാണോ ഗുഡ്ക്കി കഴിച്ചിട്ട്? ഒരു വൃത്തികെട്ട ശരീരം കാണാനേ. ഒരു മോന്തയാണെങ്കിൽ ഒരു വീർത്ത പന്തലിച്ചിട്ട് കുറേ ഫോട്ടോസ് കാണാം. ഒരു ഇങ്ങനെ ഓൺലൈൻ കുറേ ഇങ്ങനെ വീർത്ത് പന്തലിച്ച് കവളൊക്കെ ഇങ്ങനെ തരം വീർത്ത് ഇങ്ങനെ നെറ്റൊക്കെ ചുളിഞ്ഞ് മുടിയൊക്കെ ഒരു വക കുളിക്കാത്ത പോലത്തെ ഒരു മുടി, ചെവിയൊക്കെ ഇത്ര വലിപ്പമുള്ള ചെവി, രോമൻ പൂടൊക്കെ നിറഞ്ഞ ഒരു തരം കഴുത്തൊക്കെ ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ഇങ്ങനെ തടി ഇത്ര വയസ്സുള്ളൂ, 37 വയസ്സുള്ളൂ. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറിയില്ലേ നിങ്ങൾക്ക് ശരീരം? ഓക്കാനം വരും, കണ്ടു കഴിഞ്ഞാൽ ഓക്കാനം വരും. പിന്നെ ഇങ്ങനെ സംസാരിച്ച് ബോധിപ്പിക്കാൻ തോന്നുക. ഉള്ള കാര്യം നിങ്ങളോ സംസാരിക്കണല്ലോ ഇങ്ങോട്ട്. നിങ്ങളോ ഹിന്ദുസ് ഇസ്ലാം കാത്തലിക്സ് ഓക്കാനം വരണം പറഞ്ഞിട്ട് നിങ്ങൾ അതന്നെ വിഡിത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? വാലാട്ടി പട്ടികളെ പോലെ ഒരു വിഡ്ഢി സ്ത്രീയുടെ ബുദ്ധി ഇല്ലാത്തതിൻ്റെ പിന്നാലെ വരും. നിങ്ങൾ മണ്ടന്മാരാണ് എന്നെ ബോധിപ്പിക്കാനായിട്ട്. അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഇന്നലെ രാവിലെ വന്നോളൂ. ഇല്ല, ഞാൻ ഇപ്പുറത്ത് വീട്ടിലെത്തിയാ ലോക്കാന്ന് പറഞ്ഞല്ലോ. എൻ്റെ പേര് ഡെന്നീസ് എന്നാണ്. നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമില്ല. അപ്പം എനിക്ക് എന്ത് വേണം ഫോണിൽ പറയാം, എന്തെങ്കിലും ചോദിച്ചു വരാനും ഉള്ള ഞങ്ങൾ. പിന്നെ ചോദിച്ചു വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ എന്തിനാണ് സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയാണ്ട് ബെല്ലടിച്ചുകൊണ്ടിരിക്കണേ? നിങ്ങൾ ഡ്രഗ് അടിച്ച് നടന്നിട്ട് നിങ്ങളുടെ തെറ്റല്ലത്. എനിക്കോ നിങ്ങളുടെ ഫ്രോഡുകളോ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഫ്രോഡ് ജോലി ചെയ്യണവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവർ തൊലയാനുള്ളവർ തൊലഞ്ഞ് തീരെയോ. എത്ര കല്യാണം കഴിച്ചാലും എന്ത് ചെയ്താലും വിപരീതം റോമൻ കാത്തലിക്സും ഹിന്ദുസും നശ്വരവും ഖുറാൻ വായിച്ച് തമ്മിൽ കൊലിച്ചോണ്ടിരുന്ന പിന്നെ എങ്ങനെയാണോ ജീവിതാവാ നരങ്ങി നീങ്ങല്? പഴകിയവർ അകാലത്തിൽ ചാവണവർ എന്തൊരു ഗുണമുള്ളേ. ആത്മഹത്യക്ക് തമ്മിൽ പ്രേരിപ്പിക്കുക. സ്ത്രീകള് ഭർത്താക്കന്മാർ ചത്ത് കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാരുടെ സ്വത്ത് മൊത്തം കൈകലാക്കിയിട്ട് വേറെ വല്ല കുറേ പേരുടെ വേശികളുടെ പോലെ വീട്ടിൽ തന്നെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. മക്കൾ വേറെ വഴി തെറ്റി വേറെ അനാഥാലയത്തിൽ. ഇത് കുറെ കണ്ടിട്ടില്ലോ. ആർക്ക് വേണ്ടി ചെയ്യണം? ഞാനോ ഞാൻ പിന്നെ പറയാം ചുക്കൊപ്പൊക്കെന്ന് പറയാൻ ഞാൻ വന്നിട്ടില്ലേ ഒരു വാക്കും. പിന്നെ എന്തിനും ഇങ്ങോട്ട് പറയേണ്ട കാര്യം? ഇങ്ങോട്ട് മുഖത്തൊക്കെ പറയണല്ലേ ചോദിക്കുമ്പോൾ ആരാണാവോന്ന്. പിന്നെ ഞാൻ എനിക്കറിയില്ല, എനിക്ക് തിരിച്ചു പോയ പോരെ, സാധാ രീതിയിൽ പോണേ. അപ്പൊ ഞാൻ പറയാം എനിക്കറിയാം എനിക്ക് എന്നെ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ ഞാൻ? ഒരു കാര്യം നിങ്ങൾ മൊത്തമായിട്ട് പഴകിയവരായാലും പുതിയവർ പഴകിയവരാക്കാൻ നിൽക്കണവരെല്ലാവരും കേൾക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണതിൽ എന്താ അർത്ഥമുള്ളത്? ഒരു അർത്ഥമില്ലല്ലോ. ഫ്രോഡ് സ്ത്രീകൾക്ക് ബുദ്ധിയില്ല, അതുകൊണ്ടല്ലേ ഫ്രോഡ് ജോലി ചെയ്യണത്. ഫ്രോഡ് റോസമ്മയ്ക്ക് ബുദ്ധിയില്ല, അതല്ല കാശ് വാരി ചെയ്യണത്. ഫ്രോഡ് തരം കാണിച്ചിട്ട് പിള്ളേരെ ഫ്രോഡുകളാക്കണു. ഫ്രോഡ് ജോലികളൊക്കെ ചെയ്യണവരോട് എനിക്ക് താല്പര്യം ഇല്ലാണ്ടാക്കണത്. എന്നിട്ട് ബുദ്ധിയില്ലാത്ത സ്ത്രീകളെ തലയിൽ കയറ്റി വെച്ചിക്കാണ്. പ്രത്യേകിച്ച് കുഞ്ചുവാര്യര്, ക്രോസമ്മ, ഫ്രോഡ് ജോലി, സി.ജെ. റോയ്, ആത്മഹത്യ ചെയ്യണവര്, റോമൻ കാത്തലിക്സ്, വിപരീതം ചെയ്യണവര്, സ്വന്തം തന്തി തള്ളി ചത്തിട്ട് കുടിച്ചിട്ട് ചത്തിട്ടും മനസ്സിലാക്കാൻ പറ്റണല്ലോ ആരെന്താണ്. ശരിക്കുള്ള പറഞ്ഞു വരുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് തിരുത്താൻ അറിയില്ലേ? ആ തെറ്റിൽ ഉരുണ്ട് കളിച്ചോണ്ടിരിക്കുക. ഹിന്ദുസിന്റെ വിചാരം ഞാൻ പറഞ്ഞു റോമൻ കാത്തലിക്സ് ക്രിസ്ത്യൻസ് ആണെന്ന്. എന്തൊരു ക്രിസ്ത്യൻസ്? ജീവനില്ലാത്ത വിഗ്രഹങ്ങളും അരച്ചിട്ട് പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നിന്ന് വെറുതേക്ക് മാതൃകയാൻ പറഞ്ഞിട്ട് വില കണ്ട് നക്കപ്പിച്ച സാലറിക്ക് ചെയ്യുന്നതാ. പിന്നെ ബൈബിൾ തൊട്ട് വായിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുടെ ക്രിസ്ത്യൻസ് ആണ് അവര്. നിങ്ങൾ റോമൻ കാത്തലിക്സിനോട് ആ സോണി സണ്ണി എക്സാമ്പിള് തന്തിയും തള്ളിയും കുടിച്ചിട്ട് അകടിച്ച് നടക്കണവർ വരെ ബൈബിൾ വായിച്ചിട്ടില്ലേ? ആ സോണി സണ്ണിയുടെ ബൈബിൾ മൊത്തമായിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഫുള്ളായിട്ട് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അറിയാമെന്ന് പറയും. ഉള്ളിലത്തെ ഒരു കാര്യം അവർക്ക് അറിയില്ല. മൊത്തമായിട്ട് തുറന്ന് വായിച്ച് നോക്കാൻ അറിയില്ല അവർക്ക്. ഒരു ചെറിയൊരു പാരഗ്രാഫ് 3-4 സെന്റൻസ് വായിച്ചിട്ട് അവിടെ നിർത്തും.
ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റിനെ കുറിച്ചല്ല അവർ പറയുന്നത്. അവർ വേറെ എന്തൊക്കെയോ സാക്രിഫൈസ് ചെയ്യണ മുമ്പ് ഇന്ന് കാട്ടിക്കൂട്ടലിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം 3 വർഷത്തിൻ്റെ ഉള്ളിൽ. അപ്പം അവിടെ പറഞ്ഞ ചെറിയ കുറച്ച് സെൻറ്റൻസുകളാണ് അവർ വായിക്കുന്നത്. സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആവണമല്ലോ. അപ്പം അതിനു മുമ്പ് കുറച്ച് സെൻറ്റൻസ് കുറച്ച് പറഞ്ഞു. ഇതും ഞാൻ അതിന് കുറച്ച് ദീർഘിച്ച പറയണേ വിശദമായിട്ട്. നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് വിപരീതം ചെയ്ത് നശ്വരം ആലോചിച്ചിട്ട് നിങ്ങൾ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ കാര്യം എന്നുള്ള പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ? ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക, ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് സാക്രിഫൈസ് ചെയ്യണം മുമ്പ് പെട്ടെന്ന് 3 വർഷത്തുള്ള എല്ലാം കാര്യം പറഞ്ഞു പോകണം. അതിനനുസരിച്ച് ചെറിയ സെന്റൻസ്. അപ്പം ചെറിയ സെന്റൻസ് മാത്രം വായിച്ചിട്ടെന്ത് കാര്യം? ബൈബിളിനെ കുറിച്ച് മൊത്തം അറിയണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാദ്രികളുടെ ആവശ്യമില്ല, ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, പാദ്രികളുടെ കൊണ്ട് നിന്ന് വെറുതെ നക്കപ്പിച്ച സാലറിക്ക് ഒരു ഇങ്ങനെ വിലയില്ലാണ്ട് ചെയ്യരുത്, അതൊരു ഫ്രീക്ക് ചെയ്ത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് ചെയ്തതാണ് അല്ലേ? തിരിച്ചും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിച്ച ഒരു സാക്രിഫൈസ് ആണ്. അതിന് സാലറിക്ക് വേണ്ടി നക്കപ്പിച്ച സാലറിക്ക് കാട്ടിക്കൂട്ടൽ വേണ്ടി വിലയില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. പാതിരികൾ മൊത്തം അങ്ങനെ ചെയ്യരുത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്യണത്? ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ വന്ന പോലെ പറയാം, വാക്ക് മാറ്റി പറയരുത്. വീണ്ടും നക്കപ്പിച്ച സാലറിക്ക് വിലയില്ലാണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? കാശ് മേടിച്ച് ആരെങ്കിലും സാക്രിഫൈസ് ചെയ്യാൻ. പിന്നെ ഇതിന് മാതൃക എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടിക്കൂട്ടലിന് വേണ്ടി വിലയില്ലാണ്ട് ഒരു കൃത്രിമത്തിന് വേണ്ടി ഇങ്ങനെ പറയിപ്പിച്ച് ഇങ്ങനെ വിലയില്ലാണ്ട് നക്കപ്പിച്ച സാലറിക്ക് ചെയ്യണം. തിരിച്ച് പ്രതീക്ഷിക്കാണ് സ്നേഹിച്ചത് സാക്രിഫൈസിന്. ആർക്ക് വേണ്ടി ചെയ്യണേ നക്കപ്പിച്ച സാലറി വാരിക്കൂട്ടി പാതിരികൾ? പിന്നെ അവരുടെ കക്ഷത്തിൽ ഫോട്ടോ എടുക്കാൻ പോവാ. ഈ റോമൻ കാത്തലിക്സ് തന്നെയാണ് കുറെ തന്തമാര് ഡ്രഗ് അടിച്ചു കുടിച്ച് ചാവുന്നത്. കുറെ ആത്മഹത്യ ചെയ്യണവരുണ്ടല്ലോ. സി.ജെ. റോയ് ഒരു മെയിൻ എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. സി.ജെ. റോയ് റോമൻ കാത്തലിക്, ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് കുറത്ത് അടിച്ച് വീർത്ത് 200 കിലോ ആയി. ബാംഗ്ലൂർ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു. എന്നിട്ട് മനസ്സിലായില്ലേ നിങ്ങൾ തെറ്റാന്ന്? റോമൻ കാത്തലിക്കും ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ ഏഷ്ണിയും വൈരാഗ്യം കൊണ്ട് നടന്നിട്ട് നിങ്ങളുടെ ആൾക്കാർക്ക് ഇതില്ലാത്തത് വഴക്ക് കൂടി നടക്കുന്നത് എൻ്റെ നേരെ ചൂണ്ടി കാണിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് ആൾക്കാർ ഇതില്ലാത്തതാണെങ്കിൽ ഞാൻ കുട്ടിക്കും കഴിയുമ്പോൾ തെറ്റി കൊണ്ടാണ് ബോധമില്ലാണ്ട് കടന്ന് ഓരോ വൃത്തികേടും ഇവരെ എല്ലാ വീട്ടുകാരെ കുറിച്ച് സ്കൂളിലുള്ളവരെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ഡിസ്കസ് ചെയ്ത് ഡ്രഗ് അടിച്ച് കടന്ന് റോട്ടിൽ ഉരുണ്ട് കളിക്കണം തെറ്റിൽ. അത് ഞാൻ ചെയ്യണ്ട അവിടെ? വല്ല മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും എന്താ ചെയ്യുക? തലയ്ക്ക് വെളിവില്ലാണ്ട് ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിച്ച് പറയണതിനെ കോപ്പി ചെയ്തിട്ട് ഓരോ ഗോഷ്ടി കാണിക്കും. കുറെ വിഡ്ഢികൾ അത് കാണാൻ പോകും. ഡ്രഗ് അഡിക്ട്സ് അതിന് കൈയടിക്കും. ശരിക്കുള്ള ജോസഫും സേവിയറും വിചാരിക്കും അകാലത്തിൽ സാവണ മുമ്പ് ഇതാ ശരി എന്ന് പറഞ്ഞിട്ട് അവരെ കൈയടിച്ചിട്ട് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു കുട്ടി വാങ്ങി ഇല്ലാണ്ടാവും. ഡ്രഗ് അഡിക്ട്സ് കാട്ടിക്കൂട്ടണതിനെ കൈയടിക്കാൻ പോവരുത്. നിങ്ങൾ അതന്നെ ഇത്ര നാൾ ചെയ്തായിരുന്നത്. എന്നിട്ട് അതാ ശരി എന്ന് പറഞ്ഞിട്ട് കുറെ കുരുട്ട് മോന്തകൾക്ക് വേണ്ടി കൈയടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നിങ്ങൾക്കോ വേണ്ടി ആരോ ആവശ്യമില്ലാണ്ട് ഡ്രഗ് അടിപ്പിച്ച് ഇതാക്കണല്ലേ? ആർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് ഇനി അറിയാം. വല്ല മുസ്ലിംസ് ഖുറാൻ വായിച്ച് നടക്കണവരെങ്ങനെയാ? അവർ പണ്ടേ തൊട്ട് മുഹമ്മദ് എന്നൊക്കെ പറയുന്നത് ഡ്രഗ് അടിച്ച് കുടിച്ച് പെണ്ണുങ്ങളെ പഴപ്പിച്ച് അവിടെ തടിച്ച് പെണ്ണുങ്ങളെ പഴപ്പിച്ച് പിൽസും അബോർഷനും പ്രഗ്നൻ്റൊക്കെ ആക്കിയിട്ട് ഈ ഖുറാൻ എഴുതി കുറെ അങ്ങോട്ട് കൊല്ലിക്കും, മുസ്ലിംസിനെ ഇങ്ങോട്ട് കൊല്ലിക്കും, എല്ലാവരും കൊല്ലിച്ച് അവരാരും നോട്ടി വാങ്ങും. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള ബിലീവേഴ്സ് ആരെങ്കിലും പറയോ? ഈ നിരീശ്വരവാദി എന്ന് പറയുന്നത് തന്നെയാണ് നശ്വരം ആരാധിക്കണവര്. തമ്മിൽ വേർതിരിവില്ല. പിന്നെ എന്തെങ്കിലും നിരീശ്വരവാദം വേറെ, നശ്വരത്തിന് ആരാധിക്കുന്നത് വേറെ എന്ന് പറയണത്. നശ്വരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിന് ജീവനില്ല. അതല്ലേ നിരീശ്വരവാദം. നശ്വരവാദം തമ്മിൽ ആരാധിക്കുന്ന തെറ്റാന്ന് പറയുന്നത്. നിങ്ങളെ മക്കളെയോ നിങ്ങൾ അരുന്നൂട്ടി വാങ്ങിപ്പിക്കാൻ ഇങ്ങനെ കൊല്ലിച്ചവർ ഈ സെയിം വിഡിത്ത റിപ്പീറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ നിങ്ങൾക്ക്? അവർ കാറി നടക്കണത് അവർക്ക് ബുദ്ധിയില്ല. എന്നോട് ആരും ഇതൊന്നും പറയിപ്പിച്ചിട്ടില്ലല്ലോ ആദ്യമേ തൊട്ട്. എനിക്കതിനെ ഇതൊക്കെ അറിയണേ. നിങ്ങളുടെ മക്കള് നിങ്ങളുടെ പോലെ തന്നെ ഇങ്ങനെ 15, 16, 17 വയസ്സിൽ ഇങ്ങനെ ഇറങ്ങി നീങ്ങി വന്നു കഴിഞ്ഞാൽ അവരും പരീക്ഷയിൽ പൊട്ടും. 0 മാർക്ക് കൂടിയില്ല, 49 മാർക്ക് 100 മാർക്ക് ഞാൻ കുടിച്ചിട്ടൊക്കെ നടക്കണല്ലേ. നിങ്ങൾ 82 മാർക്ക് എന്ന് പറഞ്ഞാൽ 0 മാർക്ക് കൂടിയല്ല, 82 മാർക്ക് കിട്ടിയ 5000 റുപ്പീസ് തള്ളയുടെ വാങ്ങിയിട്ട് കുടിച്ച് റഗടിച്ചൊരു കൂട്ടത്തിലിരുന്ന് ഇല്ലാണ്ടാവേണ്ട കാര്യം എന്താണ്? കുടിച്ച് റഗടിച്ചിരുന്ന് ബൈക്കിന്റെ പിന്നിൽ പോവുക, അവിടെ ആക്സിഡന്റ് ആയിട്ട് 3 എല്ലാം കൂടി ഇല്ലാണ്ടാവുക. നിങ്ങൾക്ക് ഈ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്, ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഈ എടുത്ത് ചാടണത്. ബോധത്തോടെ ചെയ്യാൻ അറിയില്ല, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാൻ അറിയില്ല. കുടിച്ച് ഡ്രഗ് അടിച്ച് 96, 82 മാർക്ക് കിട്ടി ആരാ ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കാൻ പോണേ? ബോധമുള്ളവരെ ചെയ്യോ?
ധൈര്യം ഇല്ലാത്തവരല്ല ചെയ്യുക. വിഷമം വരണവര്, ചിന്തമാരുള്ളവര്, ക്ഷീണം വരണവര്, ആർട്ടിഫിഷ്യൽ മറിവ് വേണ്ടവര്, ശരിക്കുള്ള ഓർമ്മയോടെ ബോധത്തോടെ ഇരിക്കറിയില്ല അവർക്ക്, തമ്മിൽ കൊല്ലിച്ച് നടക്കണവര്, അവിടെ ഇവിടെ ഞാൻ പറയട്ടെ എന്താ കാര്യം? ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള മറുപടി ഇങ്ങോട്ട് പറയണ്ട. ആരെ കുറിച്ചാണെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവല്ലേ വൃത്തികെട്ട കണ്ണും വെച്ചിട്ട് ഏരന്തൂട്ടി വാങ്ങാൻ. 96-82 മാർക്ക് കിട്ടി എന്തിനാടാ കുടിച്ചിട്ട് കടച്ച് നടക്കേണ്ട ആവശ്യം? ബോധമില്ലാത്തവരല്ലേ, തലേക്ക് പിള്ളേര് വരെ 15, 16, 17 വയസ്സിൽ. അതിന് ബോധം 25 വയസ്സ് വരെ, കുറെ 25, 22 വയസ്സിൽ ഇല്ലാണ്ടാവും. കുറെ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് പോയിട്ട് അവിടെ സീജറോയുടെ പോലെ ഡ്രഗ് അടിച്ച് തമ്മിൽ അടികൂടി ഇല്ലാണ്ടാവണ ടൈപ്പ് വിധം. ആണെന്ന് പറഞ്ഞ ബോധത്തോടെ ശ്രേഷ്ഠമായിട്ട് നല്ല ഉണർവോടെ ഇരിക്കേണ്ടതാണ് ആണത്തിന്റെ ഗുണങ്ങൾ. അവിടെ ഹിജഡയും പെണ്ണുങ്ങളും സെക്ഷൽ നീഡല്ല. ആരെങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങളുടെ പോലെ കുരുട്ട് മോതകളെ കോപ്പി ചെയ്യാൻ പോവോ? ആരെങ്കിലും അവരെ എന്താ പറയാ, അവര് തൂറുന്നതും ഉള്ളുന്നതും ഞാൻ നോളി നോക്കണല്ലേ, സെക്സ് ചെയ്യുന്നതും അവര് ഭർത്താവ് സെക്സ് ചെയ്യുന്നതും തൂറി കഴിഞ്ഞിട്ട് മര്യാദ കൈ കഴുകാണ്ട് ബോധം നശിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ തൂറിയ പാർട്ടിക്കിൾസ് അവരുടെ ചെറിയ പിള്ളേരെ അത് കഴിച്ചിട്ട് അവർക്ക് വയറിളക്കം പിടിക്കണ കാരണം അവർക്കറിയോ? അവരത് മറച്ചു പിടിക്കും. അവർ തൂറിയിട്ട് കൈ കഴുകാത്തതാണ്. അതൊക്കെ ഒളിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ നിങ്ങളാരും കോപ്പി ചെയ്യാൻ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങളെ ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞ നടക്കില്ല ഞാൻ ഡ്രഗ് അടിച്ചിട്ട്. നിങ്ങൾ ഒളിഞ്ഞു നോക്കണതല്ലേ നിങ്ങളെ തെറ്റ്. നിങ്ങൾ വിപരീതമല്ല ചെയ്യുന്നത്. നിങ്ങളുടെ പോലെ വിഡ്ഢികളെ ചെറിയ അവിടെ വിഡ്ഢിസ്ത്രീയുണ്ട് തലയ്ക്ക് സൂലാത്തത്. ലോകം മൊത്തം അറിയാം തലയ്ക്ക് സൂലാന്ന്. തൂറി കഴിഞ്ഞിട്ട് മര്യാദ കൈ കഴുകാത്ത മര്യാദ സോപ്പ് പതപ്പിച്ച് കഴുകാണ്ട് അതുകൊണ്ട് ആ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സ്വന്തം കറുത്ത കുരുട്ട് മക്കള് ശരിക്കുള്ള മോന്തെന്ന് അവർക്ക് അറിയില്ല. എന്ത് വൃത്തികെട്ട വാക്കളും പറഞ്ഞ് അത് കഴിച്ചിട്ട് വയറിളക്കം, കക്കൂസയിൽ എനിക്ക് വയറിളക്കം പിടിച്ച് തള്ളയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് ഇവള് കാരണമെന്ന് അവർക്കറിയോ? അവർ മറച്ചു പിടിക്കാനല്ലേ. ആരെങ്കിലും ഒളി നോക്കണ്ടെങ്കിൽ അവർ കുറ്റം പറഞ്ഞ് നടക്കില്ലേ? അവരാരെയും കോപ്പി ചെയ്യാൻ പോകണ്ട. ഞാൻ അവരെ ഒളി നോക്കണ്ട. നിങ്ങളിങ്ങനെ ഒന്നല്ലാണ്ടായി എന്താവും സ്ഥിതി? ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി പറയില്ല. ലോകം മൊത്തം കേൾക്കുന്നുണ്ട്, എന്നിട്ട് ആ വെഡിത്തം നിർത്താറായിട്ടില്ലേ? ഇത് ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് വളു പറയണവരോടായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകണല്ലേ. അവരുടെ ഷെയറിങ് ചെയ്തതിൻ്റെ തട്ടിൽ അവർക്ക് റെക്കമെൻഡേഷൻ കിട്ടാണ്. അവരെ കണ്ടു. എന്നാൽ അല്ലെങ്കിൽ അവർ കണ്ടില്ലെങ്കിൽ ഷെയർ ചെയ്തില്ലെങ്കിലും എനിക്കൊരു 600 വ്യൂസും ഓരോ വീഡിയോസിന് 78 വ്യൂസും 727 വ്യൂസും അല്ലെങ്കിൽ 6 വ്യൂസ് അല്ലെങ്കിൽ 7 വ്യൂസ് 3 വ്യൂസ് അല്ലെങ്കിൽ 100 വ്യൂസ് 52 വ്യൂസ് 50 വ്യൂസ് കിട്ടുന്നുണ്ട്. അത് മതി എനിക്ക്. എല്ലാം കൂടി ഇപ്പോൾ 17,000 വ്യൂസ് ഉണ്ട് യൂട്യൂബിൽ. അത് മതി എനിക്ക്. ഞാൻ കാശിന് വേണ്ടി ഹ്യൂമാനിറ്റി അവരുടെ അവരുടെ കുറ്റവാളിയും എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചാണ് വീഡിയോന് കാശ് അവർ വരുന്നത്. നിങ്ങൾ അറിയണ്ട ഡ്രഗ് അടിച്ചിട്ട്. എന്നിട്ട് അവർക്ക് ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, എന്നിട്ട് അവർക്ക് കിട്ടണ ഹ്യൂമാനിറ്റിയുടെ പേരിൽ കാശ് മേടിക്കുകയാണ്. കള്ള ഹ്യൂമാനിറ്റി. അതൊക്കെ അവർ ആക്ടിങ് ചെയ്യുന്നതാണ്. അവരുടെ സുഹൃത്തന്നെ അതും. അവർ ശരട് പിടിച്ച് അവരെ അവഹേളിക്കാനായിട്ട് അവരെ സ്പെഷ്യൽ ആളെ അവഹേളിക്കാൻ അവരുടെ സുഹൃത്ത് അവരും കൾപ്രിറ്റ്, അവരുടെ കുറ്റവാളി, അവരുടെ അവരെന്താ കാണിക്കണേ, എന്തെങ്കിലും തപ്പെന്ന് കാണിക്കാനായിട്ട് അവർ വീഡിയോ ഇടും, കുറേ ഒരു കമൻ്റ് ഇടും, പറയിപ്പിച്ചിട്ട് കുറേ ലൈക്ക് ഇടും. എന്നിട്ട് അതിന് നിങ്ങൾ ഹ്യൂമാനിറ്റി എന്ന് പേരിടുന്നു. കള്ള വീഡിയോ, കള്ള കാശിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെ തലയ്ക്ക് വരെ സ്ഥിരതയുടെ വല്ല കുറവുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ തന്തയും തള്ളയും മരുന്ന് കൂട്ടി വാങ്ങണവരാണോ അത് പറയിപ്പിച്ചു തന്നത് നിങ്ങൾക്ക്? എന്നോട് ആരും പറയിപ്പിച്ചിട്ടില്ലല്ലോ അത്. നിങ്ങൾ കാണണം വിഡ്ഢികളാവണം വീണ്ടും. കള്ള വീഡിയോസ് കൃത്രിമം കാണിക്കണം, പറയിപ്പിച്ച് പറയുന്നത്. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ വിചാരിച്ചു ഞാനൊന്നും മുമ്പ് അങ്ങനെ പറയാറില്ല, അപ്പം എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ച നിങ്ങൾ. ഉള്ള കാര്യം അറിയേണ്ടതെന്ന് അറിയാം. എനിക്കറിയാം. അവിടെ എല്ലാവരും പറയും ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് എനിക്കെല്ലാം അറിയാമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറയാണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയില്ല. ഉള്ള കാര്യം സംസാരിക്കാൻ അറിയില്ല. എടാ ഞാൻ ജനിച്ചിരിക്കുന്നത് തന്നെയാണ്. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്. നിന്റെ പോലെ പടുപെട്ടി ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് അല്ല ഞാൻ. വിപരീതം ചെയ്യുന്നതല്ല. ആ ഒരു സമയത്ത് മാറുന്നതൊക്കെ വ്യത്യാസമുണ്ട്.
പിന്നെയും പറഞ്ഞില്ലേ, എനിക്ക് അന്നൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ മുമ്പ് നമ്മുടെ ഒരു ഉള്ളിൽ വളർച്ച ഉണ്ടെങ്കിലും അത് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുന്നതാണ്. ഇവിടെ എന്തും തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കൽ എന്ന് പറഞ്ഞാൽ അത് ശോഷിച്ചത് വാക്കുകൾ കഴിക്കലും ഒന്നുമില്ല. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? കുടിച്ചിടക്കടച്ചടക്കാണ്ട് ഗുഡ്കിയും കഴിച്ച് മുമ്പിൽ തെറ്റി നടന്ന പോലെയല്ല. നിങ്ങൾ വേറെ ഏത് ബെഡിനെ സ്വപ്നം കാണുന്നത്? അന്ന് ഞാൻ സർക്കംഷൻ ചെയ്തിട്ടില്ലേ, ഫ്രോഡ് ജോലി ചെയ്യണവരായിട്ട് എനിക്ക് വലിയ ഇടപഴകി എനിക്ക് ഇഷ്ടമില്ലാത്തത് നോക്കേണ്ട കാര്യമില്ല. ഉയരം കുറഞ്ഞവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഉയരം കുറഞ്ഞവരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. ഉയരം കുറഞ്ഞവരായാലും ഫ്രോഡ് ജോലി ചെയ്യണവരായാലും നിങ്ങൾ ഫ്രോഡ് ജോലി ചെയ്തിട്ട് ഫ്രോഡ് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലുണ്ട് ഇല്ലേ? നിങ്ങളുടെ വേസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കുന്നത്. അതല്ല നിങ്ങളുടെ വായിൽ നിന്ന് വളി വിട്ട പോലെ ഓരോ വേസ്റ്റുകൾ വരുന്നത്. ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മറുപടി പറയാത്തത് അതുകൊണ്ടല്ലേ? നിങ്ങളുടെ ആൾക്കാർ ഇതില്ലാത്തത്, നിങ്ങളുടെ വഴക്കുണ്ടാക്കുന്നത്, നിങ്ങളുടെ നേരെയാവാത്ത, നിങ്ങളുടെ ധൈര്യമില്ലായ്മ, നിങ്ങളുടെ പേടി എൻ്റെ നേരെ ചൂണ്ടി കാണിച്ചിട്ട് എന്താ കാര്യം? അവിടെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളെ മുമ്പ് നിങ്ങളിവിടെ ഞാൻ എന്നെ ഒളിഞ്ഞ് നോക്കണ്ടെന്ന് ഞാനിങ്ങനെ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെന്നെ ഒളിഞ്ഞ് നോക്കണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളെന്നെ അറിയുമെന്ന് പറയില്ല അല്ലേ? ഉള്ള കാര്യമാണ്. പിന്നെ എന്തിനാണ് വേസ്റ്റ് ചെയ്യണം? നിങ്ങളുടെ ടൈം, നിങ്ങളുടെ വിഡിവാക്ക് ഇങ്ങനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പേര് ഹാരിസ് അല്ല, ഫോണിൽ സംസാരിക്കണം എവിടെയെങ്കിലും. എൻ്റെ പേര് ഡെന്നീസ് എന്നാണ്, ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. എന്നെ മുമ്പ് കണ്ട് സംസാരിച്ച പരിചയമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറയാനില്ല. പിന്നെ ഈ ഗാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആരെ കുറിച്ച് എനിക്ക് തിരിയണല്ലോ എന്നത്, ആരെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി പാരൻസ് ഉണ്ടായതാണോ, ഹിന്ദി പാരൻസ് അല്ലല്ലോ, നമുക്ക് പോയി സംസാരിച്ച് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധാരണ രീതി സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ ആരും ഉദ്ദേശിച്ച് പറയണം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ അറിയണ പോലെ സംസാരിക്കണം. അറിയണ പോലെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങളെ വേസ്റ്റ് ആക്കി എന്നല്ല അർത്ഥം. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളികൾക്കല്ല നാണക്കേട്. ഒരു സ്പെഷ്യൽ ആൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കോപ്പി ചെയ്ത ചരിത്രം മുമ്പ് ഉണ്ടായിട്ടില്ല. വേറെ എല്ലാവരും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഉള്ള കാര്യം മുഖത്ത് നോക്കി സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയാനുള്ള ഇതില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ആൾക്കാർക്ക് ഇതില്ലാത്തതല്ലേ? നിങ്ങൾക്ക് ആ ഒരു ഇതില്ലെങ്കിൽ, നിങ്ങളുടെ മുഖത്തേക്ക് സംസാരിക്കാൻ പറ്റാത്ത, നിങ്ങളുടെ ആൾക്കാർക്ക് ഇതില്ലാത്ത, നിങ്ങളുടെ പേടി, നിങ്ങളുടെ ധൈര്യമില്ലായ്മ അല്ലാന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ നേരെ ചൂണ്ടി കാണിച്ചിട്ട് എന്താ കാര്യം? ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴും എല്ലായിടത്തും റെക്കോർഡ് ചെയ്യുന്നത് എക്സ്ട്രാ ആണ്. അല്ലാണ്ട് എല്ലാവരും ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പോലെ വിഡ്ഢി വാക്കുകൾ, ഡ്രഗ് അടിച്ച് നടക്കുന്നവരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കാൻ അറിയാമെങ്കിൽ, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാൻ അറിയുമെങ്കിൽ, വേറെ വളർത്തി കൊണ്ടുവരാൻ അറിയുമെങ്കിൽ, വേറെ സമയത്ത് വേറെ ജോലി, വേറെ ഒരു എൻ്റെ യങ്നെസ്, എൻ്റെ ഒരു എന്താ പറയുന്നത്, യങ് നേച്ചർ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ, വേറെ കൃത്രിമവും ആർട്ടിഫിഷ്യാലിറ്റിയും പറ്റണില്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കി നടത്താമെന്നാണ് അർത്ഥം അല്ലേ? ആരും പറയിപ്പിക്കാണ്ട്. നിങ്ങളുടെ പോലെ കൂട്ടത്തോടെ നടന്ന് നിങ്ങൾ തമ്മിൽ കൊലിച്ച് ബോധമില്ലാണ്ട് കഴുത്തിന് വെട്ടിട്ട് ചത്തു കഴിഞ്ഞാൽ ധൈര്യമില്ലാണ്ട് ചത്തതാണോ, നരകി നീ ചത്തതാണോ, ജീവിച്ചത് തെറ്റിയതാണോ എന്ന് അറിയാണ്ട് ഈ ചാവണയിൽ എന്തൊരു വേസ്റ്റ് തരാണ്. ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർക്ക് ഇതില്ലാത്തതാണ്. നിങ്ങളുടെ തമ്മിൽ കൊല്ലിച്ച് ഡ്രഗ് അടിപ്പിച്ച് നടക്കണം. നിങ്ങളുടെ ഏത് തന്തയുടെ തള്ളയും എരുന്ന് കൂട്ടി ചത്തവരുടെയും പിടിച്ചു നിൽക്കലിൻ്റെ വിപരീതം, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ്. നിങ്ങളുടെ ആൾക്കാർക്ക് ഇതില്ലാത്തത്, ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്. മിസ്കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ വേസ്റ്റ് സമയമാണ്, നിങ്ങളുടെ തെറ്റ്. അതിന് ഞാൻ എങ്ങനെ ഇടപെടും? നിങ്ങളത് ചോദിക്കുമ്പോൾ നിങ്ങൾ മുഖത്തേക്ക് സംസാരിക്കണല്ലേ? എന്താ കാര്യം? നിങ്ങളുടെ മുസ്ലിം, നിങ്ങളുടെ ഹിന്ദു, നിങ്ങളുടെ മമ്മൂട്ടി, നിങ്ങളുടെ കുമ്മുട്ടി, നിങ്ങളുടെ കുരുട്ട് മോന്ത, നിങ്ങളുടെ പെട്ട തലയന്മാർ, നിങ്ങളുടെ കോപന, നിങ്ങളുടെ കൃത്രിമം കാണിക്കണവർ, പറയിപ്പിച്ച് പറയണവർ, നിങ്ങളുടെ ആ കാലത്തിൽ അരന്ന് കൂട്ടി വാങ്ങണവർ, ഞാൻ എന്താ ചെയ്യേണ്ടത് തന്നെ? അത് നിങ്ങളുടെ തെറ്റല്ലേ? നിങ്ങളുടെ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് അരന്ന് കൂട്ടി വാങ്ങണ CJ റോയ്, നിങ്ങളുടെ ആത്മഹത്യ ചെയ്യണവർ, നിങ്ങളുടെ വിപരീതം, നിങ്ങളുടെ റോമൻ കാത്തലിക്സ്, നിങ്ങളുടെ ഹിന്ദുസ് നശ്വരം, നിങ്ങളുടെ നിരീശ്വരവാദം, നിങ്ങളുടെ മുസ്ലിംസ് അരന്ന് കൂട്ടി വാങ്ങൽ, ഡ്രഗ് അടിച്ച് ഓരോന്ന് ബുക്സ് എഴുതണവർ, നിങ്ങളുടെ മുസ്ലിംസ് നിങ്ങളുടെ ഖുറാൻ തന്നെ കത്തിച്ചളയണു. അതുകൊണ്ട് ക്രിസ്ത്യൻസ് ആരെങ്കിലും ഖുറാൻ കത്തിച്ചളയേണ്ട കാര്യമുണ്ടാ? ക്രിസ്ത്യൻസ് ആരെങ്കിലും ഖുറാനെ കുറിച്ച് നോക്കാൻ പോയിട്ടുണ്ടാ? ക്രിസ്ത്യാനിറ്റി ഖുറാനായിട്ട് എന്താ ബന്ധം? ആദ്യത്തരം വേസ്റ്റ് എഴുതിച്ചിക്കല്ലേ അവിടെ ഇവിടെ തൊടാണ്ട് ഒരു വെറുതെ ഒന്ന് എഴുതിയേക്കും, തെറ്റെഴുതിയേക്കും. ശരിക്കുള്ളത് വന്നതിന് മനുഷ്യനായിട്ട് വന്നതിന് പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് ഡ്രഗ് അടിച്ച് കുറെ പെണ്ണുങ്ങളെ പഴപ്പിച്ചിട്ട് മുസ്ലിംസ് തന്നെയാണ് മുസ്ലിം ഖുറാന് കത്തിച്ച് കളയുന്നത്. പല സ്ഥലത്തുണ്ടായിട്ടുണ്ട്. 1,000-1,00,000 ഖുറാൻ കത്തിച്ച് കളയാനുണ്ടോ തെറ്റാന്ന് പറഞ്ഞിട്ട്? ക്രിസ്ത്യൻസിന് ആർക്കെങ്കിലും ഖുറാനായിട്ട് കണക്ഷൻ ഉണ്ടോ? അങ്ങനെയല്ല അവർ കത്തിച്ച് കളയേണ്ട കാര്യമുള്ളൂ. അപ്പം നിങ്ങളുടെ മുസ്ലിം ആയിരുന്നു കൂട്ടി വാങ്ങണം, നിങ്ങളുടെ ഹിന്ദുസ്, നിങ്ങളുടെ റോമൻ കാത്തലിക്സ്, അത് ഞാൻ എന്താ ചെയ്യേണ്ടത്?
സ്പേസിൽ വരെ വല്ല ട്രംപ് വരെ കേൾക്കേണ്ടത് അല്ലേ? ഡൊണാൾഡ് ട്രംപ് ഇല്ലേ, ആ തമാശക്കാരൻ, യുദ്ധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യാലിറ്റി കാണിച്ചിട്ട് ന്യൂസിൽ ആർട്ടിഫിഷ്യൽ ന്യൂസ് കൊണ്ട് കയറ്റി വയ്ക്കുന്നത്, അയാൾ വരെ കേൾക്കുന്നുണ്ടാവും അല്ലേ? എനിക്ക് നിങ്ങളതിനെ ഒളി നോക്കണമെന്ന് താല്പര്യം നിർബന്ധമില്ല, നിങ്ങളെ ഞാൻ ഒളി നോക്കണമെങ്കിൽ നിർബന്ധമില്ല. നിങ്ങളുടെ വിഡ്ഢി ഡ്രഗ് അടിച്ച വാക്കുകൾ എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാനും വരണല്ലേ. എത്ര വർഷം 112 വയസ്സിൽ ഞാൻ അന്തസ്സായി ചത്ത് കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണവർ ബോധിപ്പിച്ചിട്ട് എന്ത് കാര്യം? ചോദിക്കുമ്പോൾ ഉള്ള കാര്യം നിങ്ങൾ ഇങ്ങോട്ട് പറയണില്ല. നിങ്ങളുടെ ആൾക്കാറ്റ് ഇതില്ല പറയണില്ല. നിങ്ങളുടെ ആൾക്കാറ്റ് ഇതില്ലാത്തത് എൻ്റെ നേരെ ചൂണ്ടി കാണിച്ചിട്ട് എന്താ കാര്യം? സ്പേസ് വരെ കേൾക്കുന്നുണ്ടാവും അല്ലേ? അത് നിങ്ങൾക്കറിയാം. പിന്നെ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഈ ഞഞ്ഞമിഞ്ഞ പറയണ പോലെ ചോദിക്കുമ്പോൾ ആരെ കുറിച്ച് പറയണേ എന്ന് ചോദിച്ചാൽ മതി. സാധാരണ ഒരു സെൻറ്റൻസ് ചോദിച്ചാൽ മതി. അത് നിങ്ങൾ പറയണല്ലേ. ദീർഘിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കുറേ സ്ഥലത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വാ തുറക്കുമ്പോൾ അമ്മാമ പാപ്പാപ്പില്ലേ, അമ്മാമ പാപ്പ മരിച്ചിട്ട് 20-30 വർഷമായി. ഒരു കാര്യം മുഖത്ത് നോക്കി ഉള്ള കാര്യം സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് തമ്മിൽ കിറങ്ങിയിരിക്കണവരോട് ഞാൻ എന്തിനാണ് ബോധിപ്പിക്കേണ്ട കാര്യം? ഞാൻ ഒരു കാര്യം സാധാരണ രീതി സംസാരിക്കാൻ വന്നു, നിങ്ങൾ അങ്ങോട്ട് ഓടി നടക്കണേ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം സാധാരണ രീതി സംസാരിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഓടി നടക്കല്ല അങ്ങോട്ട്. ഞാൻ ഒരു സമയം അവിടെ സ്പീഡിൽ ഓടി വന്നിട്ട് 7th+2 പോണ നേരത്ത് തോപ്പ് സ്റ്റേഡിയത്തിൽ ഓടി വന്നിട്ട് നടക്കലായിരുന്നു, സ്പീഡ് വാക്കിങ്. അതിൽ വന്നിട്ടില്ല, ബാക്കിയുള്ളവർ മുന്നിലുണ്ട്. ഞാൻ പിന്നെ 2 റൗണ്ട് ഒറ്റയ്ക്ക് വന്ന് സ്പീഡ് റേസ് വന്നിട്ട് 3ാമത്തെ റൗണ്ട് ഞാൻ പിന്നിൽ നിന്നു. എനിക്ക് അങ്ങനെ വേണ്ട. പക്ഷെ ഞാൻ 23 കിലോമീറ്ററായി നടക്കാമല്ലോ. 23 കിലോമീറ്ററായി ഈ വയസ്സാണെങ്കിലും ഞാൻ ഒരുമിച്ച് ആരും പറയിപ്പിക്കാണ്ട് ഒറ്റയടിക്ക് നടന്ന് വല്ല സമോസ എല്ലാം കഴിച്ച് പെട്ടെന്ന് അതുപോലെ തന്നെ തിരിച്ചു വരും 23 കിലോമീറ്റർ. അപ്പം എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓടാൻ നോക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഓടാൻ പറഞ്ഞാൽ ഞാൻ ഇരട്ടത്ത് ഓടി നടക്കുക. ഞാൻ ഒരു ബോധം വേണ്ട, തെറ്റിൽ ഉരുണ്ട് കളിക്കുക. അപ്പം ഞാനൊരു കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ തെറ്റിൽ ഉരുണ്ട് കളിക്കാൻ ചോദിച്ചു സാധാരണ സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങളെല്ലാം ഓടി നടക്കുന്നത്. ഉള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇന്നലെ വന്നുള്ളത് പറയുമ്പോൾ അത് വെച്ചാൽ എനിക്കറിയാം ഹാരിസ് നിങ്ങൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന്, അങ്ങനെ 3 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നുള്ള പറയാനുള്ള കെൽപ്പ് നിങ്ങൾക്കില്ല. ഞാൻ പറയുള്ളൂ, നിങ്ങൾ പരിചയമുള്ളവരാണ് പഴകിയവരാണ്. ഞാൻ പറയും ഞാൻ ഇന്നലെ ഇവിടെ വന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങളതിന് മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ, പ്രൂഫും ഇല്ല. ഞാൻ ഇന്നലെ ഇവിടെ വന്നുള്ളൂ. ഹാരിസ് അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഡെന്നീസാന്ന് പറയും. അപ്പം നിങ്ങൾക്ക് കണ്ടറിയില്ല. അപ്പം നിങ്ങൾ ഡ്രഗ് അടിച്ച് തലേ ദിവസം ഡ്രഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ പറയും ഇവിടെ ആരും കാടെന്ന് വിളിക്കണം, എനിക്കറിയില്ല ആരെ കുറിച്ച്. മലയാളി പാരൻസ് ഉണ്ടായതല്ലേ, ഹിന്ദി പാരൻസ് ഉണ്ടായത്? നമുക്ക് സാധാരണ സംസാരിച്ച് തരാം. അല്ല സംസാരിച്ച് നമുക്ക് മലയാളികൾക്കല്ലേ നാണക്കേട്. അപ്പോൾ ഉള്ള കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ അറിയില്ല ഹേ 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 എന്ന് പറഞ്ഞ് പോവല്ലേ. പിന്നെ എങ്ങനെയാടാ നിങ്ങൾ ഉള്ള കാര്യം സംസാരിക്കണവരാവും? നിങ്ങളുടെ ആൾക്കാർക്ക് ഇതില്ലാത്തത് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത് എങ്ങനെയാടാ എൻ്റെ അടുത്ത് പറയാൻ പറ്റാണ്ട് നിങ്ങളെങ്ങനെ ആൾക്കാർക്ക് ഇതുള്ളതാവും തമ്മിൽ കൊല്ലിക്കണവർ? ഉള്ള കാര്യം ഇതുവരെയായിട്ട് ആ സ്കൂളിൽ, ആ പണ്ടാരം പഠിച്ച സ്കൂളിൽ പണ്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓല മേഞ്ഞിട്ട് ഓടിട്ട നല്ല നീളത്തിലുള്ള ബിൽഡിങ്സും അല്ല സാധാ രീതിയിലുള്ള പണ്ടത്തെ സ്കൂൾസിൻ്റെ കുമ്മായം ചേർത്ത മതിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആയിരുന്നു. പിന്നെ അത് ബിൽഡിങ് വന്നപ്പോൾ നല്ലത്. ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ എന്തൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പണ്ടാരം പഠിച്ച സ്കൂളിൽ പോയപ്പോൾ 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. 9 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പണ്ടാരവും എന്നോട് നിങ്ങൾ കണക്ഷൻ എനിക്കറിയുന്നുണ്ട്. അതുപോലെ അറിയണ പോലെ നിങ്ങൾ ഉള്ള കാര്യം എന്നോട് സംസാരിച്ചാലല്ലേ എനിക്കും തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ആക്ടേഴ്സിനെ കുറിച്ചാ ആക്ട്രസസിനെ കുറിച്ചാ എന്തെങ്കിലും ഞാൻ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യേണ്ടി നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്. എന്നോട് പേര് വിളിച്ചെങ്കിലും സംസാരിക്കണ്ടേ? എൻ്റെ പ്രായക്കാരാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും സംസാരിച്ച് നിൽക്കണ്ടേ? അത് നിങ്ങളുടെ ആൾക്കാർ ഇതില്ലാത്തതല്ലേ? നിങ്ങൾ വല്ല സിനിമ കണക്ഷൻ ആയിട്ട് വരണ്ടെങ്കിൽ ഇങ്ങനെ ഇളിഞ്ഞ് ഒരു കുരുട്ട് മോന്തം നിങ്ങളുടെ തെറ്റോ എന്തോ കൃത്രിമം എന്തോ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കണം, വായ തുറന്ന് സംസാരിക്കണം. അപ്പോഴല്ലേ ഞാൻ വായ തുറന്ന് തിരിച്ച് സംസാരിക്കുക. അത് നിങ്ങൾക്ക് പറ്റണല്ലേ? ഇത് പണ്ടത്തെ ബാഡ്ലി മോട്ടിവേറ്റ് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും അവരാരെയും കോപ്പി ചെയ്യാൻ പോകും. മമ്മൂട്ടി പണ്ട് ഏതോ വർഷം ജനിച്ചവരല്ലേ. കൂർഖാനും ഷാറുഖ് ഖാനും ഐശ്വര്യ റായും ഫേക്ക് പേരും കോമ്പനികളൊക്കെ പത്മിനിയും അവർ ജനിച്ച തൊട്ട് സമയം തൊട്ട് ഡേറ്റ് അനുസരിച്ച് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ ജീവിതത്തിൻ്റെ ആ ചേഷ്ടയും നടപ്പും ആ രീതിയൊക്കെ ഉണ്ടല്ലോ,
ആ കണക്ഷനും എവിടേക്ക് പോകണം അതനുസരിച്ച് ആരെങ്കിലും ഒരു ഹിസ്റ്ററിയിലുണ്ടല്ലോ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണക്ഷൻ അല്ലേ. ഇപ്പം 1996 സിനിമകൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. 91, 92, 2000 വരെ, 2005, 95, 2015. അത് നിങ്ങൾക്ക് അത് നിലനിർത്തി വായ തുറന്ന് സംസാരിക്കാനുള്ള കാര്യം അതുപോലെ സംസാരിക്കാനുള്ള ബോധമില്ലാന്ന് അന്ന് പുതിയതായിട്ട് വന്നതുകൊണ്ടാണോ എനിക്കറിയില്ല. ഞാൻ പുതിയതായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പുതിയ ഒരാളാണെന്ന്. അത് അങ്ങനെ വിചാരിച്ചിട്ടാണോ? അപ്പം നിങ്ങൾ ബാക്കിയുള്ളവരോട് സംസാരിക്കണം, അതുപോലെ വായ തുറന്ന് ഉള്ള കാര്യം സംസാരിക്കാൻ പഠിക്കുക. ഇപ്പോഴും ഞാൻ അവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കുള്ള കാര്യം അതുപോലെ സാധാ രീതിയിൽ അന്നത്തെ ആ കണക്ഷൻ അനുസരിച്ച് ഇങ്ങനെയാണ് അവിടെ അങ്ങനെ ഹരിസല്ലേ മുമ്പുണ്ടെന്നുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാൻ അറിയില്ലല്ലോ. അത് നിങ്ങളുടെ ആൾക്കാർ ഇതില്ലാത്തതല്ലേ തമ്മിൽ അവർ കൊല്ലിച്ച് കുടിച്ചിട്ട് അവിടെ നടക്കുന്നത്. ഞാൻ ഗുഡ്ക കഴിച്ച് മുളയ്ക്കാൻ പോയാ ഇവിടെ പലതും ഞാൻ ചെയ്യണ്ടോ? എനിക്ക് ശരിക്കുള്ള എല്ലാം കണ്ടിട്ട് വീഡിയോസാണ് കണ്ടിട്ട് അതിൽ അങ്ങനെ മുഴുകിപ്പോയി കാര്യങ്ങൾ എനിക്ക് ക്ഷീണം വരുന്നതാണ്. പക്ഷെ വീണ്ടും ഉണർന്ന് എനിക്ക് എനർജി കിട്ടുമ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണാൻ തോന്നുമ്പോൾ ഇത് തുറന്ന് സംസാരിക്കണ്ടല്ലോ, വീണ്ടും എനിക്ക് അതിൽ ലയിച്ച് പോകാൻ തോന്നും. അതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകാൻ നോക്കുന്നതാണ്. ഇപ്പോൾ വല്ല പെണ്ണിന് കെട്ടിയാൽ ആ രീതിയിൽ നടക്കും. അതുകൊണ്ട് അന്ന് സർക്കംഷൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണ് നടക്കുന്നത്. നിങ്ങളുള്ള കാര്യം സംസാരിക്കണല്ലേ. അപ്പം ഞാൻ അത് വിചാരിച്ചിട്ട് ഞാൻ ഗുഡ്കയും കഴിച്ച് ഡ്രഗ് അടിച്ച് മുഴുകിപ്പോയി, വീഡിയോയിൽ മുഴുകിപ്പോയി തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുന്നതാണ്. ഞാൻ ഷോർട്സ് വാക്കുകൾ കഴിക്കണില്ല, ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാനും ബോധമില്ലാണ്ട് ഞാൻ പറയാൻ പോയേ സാധാ രീതിയിൽ ഇപ്പോൾ. അതുകൊണ്ട് ചോദിക്കണം നിങ്ങൾ കിറുക്ക് എന്തെങ്കിലും തലയ്ക്ക് പിരിയളകേണ്ടോ എന്ന്. ഏത് അന്തത്തള്ളെ എരന്നൂട്ടി വാങ്ങണവർ പറയണത് കേട്ടിരിക്കണേ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ജനിച്ച് വളരാൻ പറയാൻ പറ്റില്ല, നരകി നീങ്ങിയ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തള്ള പറയുന്നതോ നിങ്ങളുടെ തന്ത പറയുന്നതോ ഗൾഫിലിരുന്ന് തന്ത പറയുന്നതോ നിങ്ങൾ അനിയത്തി പറയണ സംഭാഷണമോ എന്തോ വ്യത്യാസമുണ്ട്. നിങ്ങൾ സംസാരിക്കണ ഹിന്ദുസ്, മുസ്ലിംസ്, റോമൻ കാത്തലിക്സിൽ നിങ്ങൾ ഫാമിലിയിൽ എന്തോ സംസാരിക്കണല്ലേ, അതിൽ നിങ്ങൾ സംഭാഷണം വരണ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യത്യാസങ്ങൾ തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ 2000 വർഷം എന്ന് കഴിഞ്ഞിട്ട് 1, 2 എന്ന രീതിയിൽ ഞാൻ എൻ്റെ വയസ്സ് നിർണ്ണയിക്കുമ്പോൾ, ക്രിസ്ത്യൻ വയസ്സ് നിർണ്ണയിക്കുമ്പോൾ നിങ്ങൾ ഹിന്ദു, മുസ്ലിം, റോമൻ കാത്തലിക്സ്, MDMA അഡിക്റ്റ് ആവണത് എന്തൊക്കെയോ നിങ്ങളുടെ ക്ലാസ്സിലും എവിടേക്ക് വേറെ രീതിയിൽ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ വേറെ ബാക്ക്ഗ്രൗണ്ട് വരണവരാണ്, ഹിന്ദു, മുസ്ലിം, റോമൻ കാത്തലിക്. ഈ സ്കൂൾ തന്നെ വേറെ വല്ല യൂണിഫോമുള്ള സ്കൂളുകളുണ്ടല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ എന്തൊക്കെയോ തിരിമറി വന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള സംഭാഷണം എന്തൊക്കെ കുഴഞ്ഞ് വേറെ രീതിയിലാണ് ആവുന്നത്. അത് ഞാനാ വിചാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടിലുള്ള സംഭാഷണവും എൻ്റെ വീട്ടിലുണ്ടായ കാര്യങ്ങളും കോപ്പി ചെയ്യുന്നതും എൻ്റെ വീട്ടിലുണ്ടായ ആ സമയത്ത് അമ്മാമ അപ്പം മരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളും പ്രത്യേക ടൈപ്പുള്ള മുഖങ്ങളും അതൊക്കെ വ്യത്യാസമുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണ വിഡിത്തത്തിൽ നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ യൂണിഫോം ഇട്ട് നിങ്ങളുടെ വീട്ടിൽ ചെയ്യണ സംഭാഷണം, നിങ്ങളുടെ തന്തി അരുന്നൂട്ടി വാങ്ങണ സംഭാഷണം എൻ്റെ വീട്ടിലില്ല. അതുകൊണ്ടല്ലേ ഇവിടെ ജയിക്കുന്നത്, നിങ്ങൾ തോൽക്കുന്നതും. എൻ്റെ വീട് എവിടെയാണെങ്കിലും ഇവിടെ 2.5 വർഷമല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പ്രത്യേക രീതിയിൽ വരുന്നത്. നിങ്ങളുടെ തന്തയും കുരുട്ട് മോതകളും അങ്കിൾമാരും പറയുന്നതല്ല എൻ്റെ അങ്കിൾമാരും ബാക്കിയുള്ളവരും എന്നോട് പറയുന്നത്. എന്നോട് എന്താ പറയണേ, നിന്റെ ചേട്ടൻ ഇങ്ങനെ ആയതുകൊണ്ട് കൂട്ടുകാരില്ല, അവരൊക്കെ ചേട്ടനിക്ക് കൂട്ടുകാരില്ല. അതൊക്കെ പണ്ട് തൊട്ടുള്ള മാറ്റം വന്നിട്ട് 1988 തൊട്ട് എങ്ങനെയൊക്കെ മാറി വന്നത് ആ രീതിയിലാണ് വരുന്നത് അല്ലേ. നിങ്ങളും മുഖത്തൊക്കെ സംസാരിക്കണല്ലേ. അനിയനോട് പറയുന്ന സിബ്ലിങ്സിനോട് പറയുന്നതൊക്കെ ഓരോ സംഭാഷണവും അവർ യേശുവിനെ കുറിച്ച് മുൻനിർത്തി സംസാരിക്കുന്നതും വെണ്ടൂരും ക്രിസ്ത്യൻസാണ് കൂടുതൽ. വെണ്ടൂര് തൊട്ട് അങ്ങോട്ട് മണ്ണമ്പേട്ട ഭാഗം, അപ്പം പട്ടണാത്രയല്ല. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ കൃഷ്ണപുരം അല്ല. അപ്പോൾ ആ രീതിയിലുള്ള സ്ഥലത്ത് പ്രത്യേക രീതിയിലുള്ള ചട്ടയും കൊണ്ട് അന്നത്തെ വസ്ത്രധാരണം, അന്നത്തെ രീതിയിലുള്ള സംഭാഷണം എൻ്റെ മുഖം കൊണ്ടുവരുമ്പോൾ ഗോവയിൽ നിന്ന് വരുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ചലനങ്ങളും സംഭാഷണവും ചേഷ്ടയും ചിരിയും ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലൊരു പ്രസൻസ് ഉണ്ട്. ഹംബിൾനെസ് എന്ന് പറയാൻ പറ്റില്ല, എന്തൊരു പ്രത്യേകത ഉണ്ട് എൻ്റെ നടപ്പിനും വരവിനും. നിങ്ങളത്ര ഞാൻ ഉയരം കുറഞ്ഞാന്ന് വിചാരിക്കേണ്ട, നല്ല ഒരു എടുപ്പുള്ള പ്രത്യേക വിരിഞ്ഞ ശരീരവും ഒരു പ്രത്യേക രീതിയിലുള്ള നടപ്പാണ്. വിരിഞ്ഞ ശരീരം എന്നല്ല, ഒരു തരം ശരീരം ഉണ്ടല്ലോ, ഡ്രസ്സ് ഇടുമ്പോൾ കാണാം ഒരു പ്രത്യേക രീതിയിലാണ് നടപ്പും എല്ലാം. അപ്പോൾ ആ രീതിയിൽ വരണ പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നത്. നിങ്ങളും ഈ സമയം നിങ്ങൾ കാട്ടിക്കൂട്ടണ ഗോഷ്ഠികൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏത് ഡയമെൻഷൻ വെച്ച് തൊട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതല്ല എനിക്ക് പറയേണ്ടി വരുന്നത്. ഒരു കാര്യം നിങ്ങൾ ഗോഷ്ഠി കാണിച്ചിട്ട് അകടച്ച് നടക്കുന്നത് ഇപ്പോഴത്തെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കണ പെണ്ണിനെ തിരഞ്ഞെടുത്ത് വേറെ എന്തെങ്കിലും പങ്കുവയ്ക്കുന്നു കക്കോൾഡും അതല്ല. അന്നൊന്നും എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ എല്ലാം പൂർണ്ണ അറിവോടെ പൂർണ്ണ ബോധത്തോടെ ചെയ്യുമ്പോഴാണ്. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കേണ്ട കാര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അന്നും ഇന്നും. അതാ ഞാൻ പറയണേ നിങ്ങൾ തോൽക്കാനുള്ളവർ തോറ്റേ തീരുന്നു.
ജയിക്കാനുള്ളവരാണെങ്കിൽ ശ്രേഷ്ഠതയോടെ ബോധത്തോടെ നല്ല ഉണർവോടെ കാര്യങ്ങൾ ചെയ്യണതിൽ ആണാണെങ്കിലും ഏത് പേഴ്സൻ്റ് ഗുണങ്ങൾ കിടക്കുന്നത് അല്ലേ, ബോധത്തോടെ ചെയ്യുക. അവിടെ പെണ്ണും ഹിജടയും അല്ല, ആണും അല്ല, പുരുഷനും അല്ല, സ്ത്രീയും അല്ല, എന്തൊക്കെ കൂട്ടി മറന്ന് തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാശിന് വേണ്ടി ഹ്യൂമാനിറ്റി ചെയ്യണവരെങ്ങനെയാണ് മനുഷ്യത്വമാണത്? മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഞാനിത് പറഞ്ഞതൊക്കെ സാധാരണമായ പൊതുവെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണ ഗുഡ്ക കഴിക്കണ ചാക്കവും പാക്കവും പിന്നെ പൊക്കറും എല്ലാം വക കുരുട്ട് മോത ഷാജിയും എല്ലാം അവരാവശ്യപ്പെടാണ്ട് ഞാനിങ്ങനെ അവർക്ക് വേണ്ടി സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഉറക്കെ പറയേണ്ട സമയത്ത് പോവും. അത് ആ സമയത്ത് അവർ പാരലൈസിസ് ആയി കിടക്കുന്നുണ്ട്. ചാക്കവും ഷാജിയും എല്ലാ വക ഉയരം കുറഞ്ഞവരും കുരുട്ട് മോന്തകളും 96-82 മാർക്ക് കിട്ടിയ 0 മാർക്ക് കിട്ടിയില്ല ഡ്രഗ് അടിച്ച് നടക്കണവരും പാദ്രികളുടെ ആവശ്യമില്ല, അത് നിന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കക്ഷത്തിൽ ഫോട്ടോ എടുത്തിട്ട് വലിയ കാര്യമായി പറഞ്ഞിട്ട് എന്തിനാ വെട്ടിത്തരത്തിൽ മുഴുകുന്നത്? ഇളിഞ്ഞ വളഞ്ഞ നിങ്ങളുടെ ഫോട്ടോയിൽ പണ്ട് പിന്നെ നിങ്ങൾ ചത്ത് കഴിഞ്ഞിട്ട് ഇളിഞ്ഞ വളഞ്ഞ മോന്ത പാദ്രികളുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് അത് തെറ്റാന്ന് വെഡിത്താന്ന് എല്ലാം കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വെഡികളെ പോലെ ആവാനായിട്ട് പാദ്രികളുടെ ഫോട്ടോ പാരലിസിസ് ആവാൻ എരന്നൂട്ടി വാങ്ങാൻ അകാലത്തിൽ എടുത്തിട്ട് പാദ്രികളുടെ തോളത്ത് കക്ഷത്തിൽ ഫോട്ടോ എടുത്തിട്ട് ഇരിക്കണത്? ഒന്നാമത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ മൊത്തമായി വായിക്കില്ലേ റോമൻ കാത്തലിക്സ്, മറ്റേ ലാറ്റിൻ കാത്തലിക്സും ബാക്കി സുറായും മാർത്ത മലങ്കരത്തിൽ വരുന്നുണ്ട്. അത് ഞാൻ പറയണേന്നുള്ളൂ. എൻ്റെ ഒരു നിങ്ങൾ വന്ന ഗ്രൂപ്പ് അങ്ങനെ ആയതുകൊണ്ട് പറയണം. നിങ്ങൾ ഗ്രൂപ്പിൽ കടന്നിട്ട് ജീവനില്ലാത്ത വസ്തുക്കൾ ആരാധിച്ചിട്ട് ക്രിസ്ത്യാനിറ്റി ബൈബിൾ മര്യാദയ്ക്ക് വായിക്കാറുണ്ട്, തട്ടിയും മുട്ടി കാട്ടിക്കുട്ടലിന് വേണ്ടി ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി അത് വായിച്ച് നടന്നിട്ട് അല്ല നിങ്ങൾ അതല്ല ചെയ്യണത്. ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കുന്നതും പിന്നെ പാതിരികളുടെ ആവശ്യത്തിൽ നിന്ന് ചെയ്യേണ്ട നക്കപ്പിച്ച സാലറിക്ക് ഫ്രീ ആയിട്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കണ ഒരു സാക്രിഫൈസ് നക്കപ്പിച്ച സാലറിക്ക് ആര് ചെയ്യാൻ പറഞ്ഞേ? പാതിരികളുകൊണ്ട് മാതൃക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടിട്ട് പിടിച്ചിക്കല്ല തെറ്റിദ്ധാരണയായിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരുടെ ഒരു സാലറി നക്കപ്പിച്ച സാലറി വാങ്ങണ പോലെ നക്കപ്പിച്ച സാലറിക്ക് വില ഇല്ലാണ്ട് ചെയ്യാൻ ആരാ പറഞ്ഞത്? ഇത് കറക്റ്റായിട്ടല്ലേ പറയണേ? അല്ലെങ്കിൽ ഞാൻ വല്ല എളിഞ്ഞ് വളഞ്ഞ് ഡ്രഗ് അടിച്ചിട്ട് കുടിച്ച് ബോധമില്ലാണ്ടല്ലേ ഇത് പറയാ? ബോധത്തോടെ പറയണേ, അപ്പം ശരിയാണെന്നറിയാം കറക്റ്റാ പറയണേന്ന്. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് യേശുവ ചെയ്തത് അല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് ആരത് കൊണ്ടുവന്നത്? പെണ്ണുങ്ങൾ പറയോ? നിങ്ങളുടെ കൂടെ റോമൻ കാത്തലിക് പെണ്ണുങ്ങൾ പറയോ? അവർ പാതിരികളുടെ കൈ മുത്താനല്ലേ പോവാ? ഇവരില്ലാണ്ട് സെക്ഷൽ നീടുള്ളവര്, ബുദ്ധിയില്ലാത്തവര്. നിങ്ങളും കുടവയറുള്ളവർ, വികൃത മോന്തയുള്ളവർ, 37 വയസ്സുകാരും 78 വയസ്സുള്ളവരും അങ്ങനെ ആയിട്ട് എന്താ കാര്യം? നിങ്ങൾ ആണോ പെണ്ണ് ഹിജട തരുത്തമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഹിജറകൾ വരെ പാതിരികളുടെ കൈമുത്തും. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാന്നാണ് പറയണേ. അതിന് സാലറി മേടിച്ച് തക്കപ്പിച്ച സാലറിക്ക് വില ഇല്ലാണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ 3 പ്രാവശ്യം ഒരു ദിവസമൊക്കെ ചെയ്യാൻ ആരെ പറഞ്ഞ വില ഇല്ലാണ്ട് ചെയ്യാൻ ആരെ പറഞ്ഞ നിങ്ങളോട്? അത് മര്യാദയ്ക്ക് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ തന്നെ പറയണേ. പിന്നെ മറ്റേ പൗലോസ് എഴുതിയ എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്, ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കരുത്. അതൊന്നും നിങ്ങൾ വായിക്കാൻ പോണില്ല ബൈബിൾ. അതെന്താ വായിക്കാത്തത്? പാതിരികൾ പറഞ്ഞോ നിങ്ങളോട്? നോണ പറയണവര് പറഞ്ഞിട്ടുണ്ട്. നിന്ന് അച്ഛന്മാരും പാതിരികളുടെയും ആവശ്യം വിലയില്ലാണ്ട് നക്കപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിന്ന് വെറുതേക്ക് ചെയ്യണോ? അത് ചെയ്യണ്ട, ഇനി ചെയ്യണ്ട. സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, അത്ര മതി. പാതിരികളുടെ ഒരു വിലയില്ലാണ്ട് മധ്യസ്ഥം നക്കപ്പിച്ച സാലറിക്ക് 60,000, 20,000, 30,000 രൂപയ്ക്ക് ആരും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ചെയ്യണേ? വിഡ്ഢികളാവല്ലേ ചെയ്യണത്? അതും ജീവമില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിച്ചിട്ട്. അവരുടെ ഗ്രൂപ്പിലുള്ള തന്തയും തള്ളയാണ് എരന്നൂട്ടി വാങ്ങി കുടിച്ച് റകടിച്ച് തമ്മിൽ ഹിന്ദുസിൻ്റെ കൂടെ കൊല്ലിച്ചടക്കുന്നത്. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാന്ന് അറിയില്ലേ? എന്തിനത് നശ്വരവും നിരീശ്വരാതം കൊണ്ട് നടക്കണവർ, കുരങ്ങന്ന് 10 വർഷം കുരങ്ങന്ന ഉണ്ടായെന്ന് പറഞ്ഞാൽ നിരീശ്വരാതം കൊണ്ട് നടക്കണവർ, സയൻസും വിശ്വസിച്ച് നശ്വരത്തിന് ആരാധിക്കണവർ, എല്ലാം സെയിം അല്ലേ? ഖുറാൻ വായിച്ചിട്ട് ഖുറാൻ തന്നെ കത്തിച്ച് കളയണം മുസ്ലിംസ്, തമ്മിൽ അരുന്നൂട്ടി വാങ്ങണം മുസ്ലിംസ്. ഇതൊക്കെ തെറ്റല്ലേ? ഡ്രഗ് അടിച്ച് നടക്കണം, പിൽസും കഴിച്ച് രാത്രി കിടക്കാൻ ഉറങ്ങാൻ പോകണം, വെളുത്ത മേക്കപ്പ് ഇട്ട് നടക്കണം ഡോക്ടേഴ്സ്, പേഷ്യൻസ്, പോലീസുകാർ, വക്കീൽമാർ, ആക്ടേഴ്സ്, ന്യൂസ് റീഡേഴ്സ്. ആ ന്യൂസ് റീഡേഴ്സിന് മോന്ത കണ്ടോ നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ട്? എല്ലാ സ്ത്രീകളും സെക്ഷൽ നീഡുള്ളവരാണ്, ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണ്. ആ മുസ്ലിം ആ ഉയരമുള്ള താടികാരനും 24 ന്യൂസിൽ ഇവരൊക്കെ ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഡ്രഗ് അടിച്ച് ഇവർക്ക് ഇങ്ങനെ ന്യൂസ് പറഞ്ഞിട്ട് ആർത്തിയായിട്ട് കാശ് കിട്ടാൻ ആർത്തിയായിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് രാത്രി കുടിച്ച് നടന്നിട്ടാണ് അടുത്ത ദിവസം ന്യൂസിൽ അവർ ന്യൂസ് റീഡിങ്ങിന് വരണത്.
അവരുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ന്യൂസ് റീഡിങ്ങിൽ കണ്ണുകൾ ഉറക്കം ഇങ്ങനെ മിന്നി മിന്നി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണുണ്ട്. ആ താടി വെച്ച് കാരണം മുസ്ലിമിൻ്റെ അവൻ്റെ പേരെനിക്ക് അറിയില്ല, പേരറിയാം, പക്ഷെ അവൻ്റെ തുമ്പത്ത് വരുന്നുണ്ട്. ഡ്രഗ് അടിച്ച് നടന്നിട്ടാണ് ന്യൂസ് റീഡിങ് ചെയ്യുന്നത്, ഫേക്ക് ന്യൂസ് കൊണ്ടുവരുന്നത്. ഫേക്ക് ന്യൂസ് കൊണ്ടുവരണം കൊണ്ടാണ് അവർക്ക് കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടുന്നത് 24 ന്യൂസ് ഇത് നിർത്തലാക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് ഫേക്ക് ന്യൂസ് കണ്ട് വിഡ്ഢികളുടെ പോലെ ഇരിക്കും ഈ ഡോക്ടേഴ്സ്. ഡ്രഗ് അടിച്ച് ഇറങ്ങുന്ന വെളുത്ത സുന്ദരക്കുട്ടന്മാർ, ഡ്രഗ് അടിച്ച് ഇറങ്ങുന്ന ഡോക്ടേഴ്സ്, വക്കീൽമാർ കുറേ ഉണ്ട്. ഇങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഡ്രഗ് അടിച്ച് കിടന്നുറങ്ങുന്നത് വക്കീൽമാർ, ഡോക്ടേഴ്സ്, പോലീസുകാർ, പേഷ്യൻസ്. എന്നിട്ടാണ് അവർ ഇങ്ങനെ കുറേ രോഗികളെ ചികിത്സിക്കാൻ പോകുന്നത്. ഒരു ബന്ധം, ഒരു കണക്ഷൻ വേണ്ട പറയണേന്. നശ്വരം ആരാധിക്കുക, നിർജ്ജീവം ആരാധിക്കുക, വിപരീതം ആരാധിക്കുക, നിരീശ്വരവാദം കൊണ്ട് നടക്കുക, തമ്മിൽ അരുന്ന് കൂട്ടി വാങ്ങണ ബുക്സ് വായിക്കുക, തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കാശിന് വേണ്ടി ഹ്യൂമാനിറ്റിയുടെ പേരിൽ കള്ളത്തരം കാണിക്കുക, കള്ള വീഡിയോസ് ഉണ്ടാക്കുക, തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത് എങ്ങനെയാണ് മനുഷ്യത്വമാണേ? ഒരു നിലനിൽപ്പ് അന്നേ തൊട്ടുള്ളത് നിലനിർത്തി അധിഷ്ഠിതമായി നിന്ന് ഒരു 300 വർഷം 400 വർഷം ജീവിക്കാനുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആയിക്കോട്ടെ എന്തെങ്കിലും റെസ്റ്റ് കൊടുത്തിട്ട് ആ പ്രത്യേക രീതിയിൽ അതിനുവേണ്ടി ഉദ്യമിക്കുമ്പോഴല്ലേ അത് നിത്യായുസിന് നിലനിൽപ്പാവുന്നത്. തമ്മിൽ കൊല്ലിച്ച് നടന്നിട്ട് ഇങ്ങനെ നിത്യായുസാവണേ.